ഗജാനനം ഭൂതഗണാതിസേവിതം കവിദ്ധയം ഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം ഗംഗണപതേ നമഃ. സർവേഭ്യോ ദേവേഭ്യോ നമഃ. സർവേഭ്യോ ഋഷിഭ്യോ നമഃ. സർവേഭ്യോ പിതൃഭ്യോ നമഃ. സർവേഭ്യോ സർപ്പേഭ്യോ നമഃ. സർവേഭ്യോ സജ്ജനേഭ്യോ നമഃ. ഗണപതി ഭഗവാനെ പ്രകീർത്തിക്കുന്ന ഒരു കീർത്തനത്തിൻ്റെ ഒരു വരി എനിക്കറിയാം. രൗഹിണേയ അനുജ അർച്ചിതം രൗദ്രഭാവരഹിതം. എന്താ അർത്ഥം? രൗഹിണേയ അനുജ അർച്ചിതം രൗദ്രഭാവരഹിതം. രൗഹിണേന ആരാ? രോഹിണീ ദേവിയുടെ പുത്രൻ ആരാ? ബലരാമസ്വാമി. ബലരാമസ്വാമിയുടെ അനുജനാരാ? ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാൻ വണങ്ങുന്നു, ആദരിക്കുന്നു ഉണ്ണിഗണപതിയെ. മൾട്ടിവീര്യ സങ്കല്പമൊക്കെ എല്ലാവർക്കും അറിയാം. രൗഹിണേയ അനുജ അർച്ചിതം രൗദ്രഭാവരഹിതം. അല്ലേ? കോപം അല്ലെങ്കിൽ ദേഷ്യം എന്ന ഭാവം ഇല്ലാത്ത ഒരു ഈശ്വരനാണ് ഉണ്ണിഗണപതി. രൗഹിണേയ അനുജ അർച്ചിതം രൗദ്രഭാവരഹിതം. അതൊരു പ്രത്യേകത. പിന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എന്നേക്കാൾ മൾട്ടിയൂർ ശങ്കരൻ നമ്പൂതിരിയെ അറിയുന്നവരാണ് ഇവിടെ പലരും. എന്നാലും പുതുമുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് ആദ്യമായിട്ട് വരുന്നവർക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അവതരിക്കുക എന്ന് പറയില്ലേ, വൈകുണ്ഠലോകത്ത് താഴെ ഇറങ്ങി വരിക, അതാണ് അവതരിക്കുക. വൈകുണ്ഠലോകത്ത് നിന്ന് ഫെബ്രുവരി 3-ാം തീയതി വരെ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് അവതരിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്നു മൾട്ടിയൂർ ശങ്കരൻ നമ്പൂതിരി. ആദ്യത്തെ ഭാഗവതം രാമായണം. രാമായണം ഭാഗവതമാണോ? രാമായണം ഭാഗവതമാണ്. ഭഗവാനെ സംബന്ധിച്ചത്, ഭക്തനെ സംബന്ധിച്ചത്, ഭക്തിയെ സംബന്ധിച്ചത് ഭാഗവതം. കൂജന്തം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രണ്ടാമത്തെ മഹാകവി ആരാ? 18 പുരാണങ്ങൾ നമുക്ക് സമ്മാനിച്ച വേദവ്യാസ മഹർഷി. എന്താ വേദവ്യാസ മഹർഷിയുടെ പ്രത്യേകത? വേദവ്യാസ മഹർഷിയുടെ പ്രത്യേകത എന്താ? അചതുർവദനോ ബ്രഹ്മ ദ്വിബാഹു അപരോഹരി അഭാലലോചന ശംഭു ഭഗവാൻ ബാദരായണ. എന്താ അതിൻ്റെ അർത്ഥം? അചതുർവദനോ ബ്രഹ്മ, 4 മുഖങ്ങളില്ലാത്ത ബ്രഹ്മാവിനെ വിചാരിച്ചു നോക്കൂ. ദ്വിബാഹു അപരോഹരി, 2 കൈകളുള്ള മറ്റൊരു മഹാവിഷ്ണുവിനെ വിചാരിച്ചു നോക്കൂ. അഭാലലോചന ശംഭു, 3-ാം തൃക്കണ്ണില്ലാത്ത മഹാദേവനെ വിചാരിച്ചു നോക്കൂ. ഭഗവാൻ ബാദരായണ എന്ന് വെച്ചാലോ, ബ്രഹ്മദേവൻ്റെ മാഹാത്മ്യം, മഹാദേവൻ്റെ മാഹാത്മ്യം, മഹാവിഷ്ണുവിൻ്റെ മാഹാത്മ്യം ഉള്ള മഹാത്മാവാണ് വേദവ്യാസ മഹർഷി. അപ്പോൾ 18 പുരാണങ്ങൾ നമുക്ക് സമ്മാനിച്ചു. ആ വേദവ്യാസ മഹർഷിക്ക് ഒരു നമസ്കാരം. പിന്നെ എന്താ, എല്ലാ ഗുരുനാഥന്മാരെയും നമസ്കരിക്കുന്നു. ഭഗവാൻ തന്നെ പറയുന്നു, നമുക്കറിയാം അല്ലേ, സുദാമാവിൻ്റെ ആ കഥാഭാഗത്തിൽ പറയുന്നുണ്ട്, ഗുരോരനുഗ്രഹേണ ഏവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. അവനൊരു പ്രത്യേകത ഉണ്ട്, ഏവ എന്ന് പറയുന്നുണ്ട്. ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും നന്മ. നമ്മൾ എത്ര പേര് പറയും, എനിക്ക് കുറച്ചൊക്കെ കഴിവുണ്ടായിരുന്നു, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചു എന്നൊക്കെയാണ് പലരും പറയുക. ഭഗവാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാ. ഗുരോരനുഗ്രഹേണ ഏവ പുമാൻ പൂർണ്ണ പ്രശാന്തയെ. ശാന്തയെന്നല്ല, പ്രശാന്തയെ. അച്ഛനാകുന്ന ഗുരുനാഥൻ, അമ്മയാകുന്ന ഗുരുനാഥ, മുത്തശ്ശനാകുന്ന ഗുരുനാഥൻ, അല്ലേ, മുത്തശ്ശിയാകുന്ന ഗുരുനാഥ. നമുക്ക് എത്രയോ ഗുരുനാഥന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമാണ് നമ്മളിവിടെ വന്നിരിക്കുക. അതല്ലേ സത്യം. ഗുരോരനുഗ്രഹേണ ഏവ. പിന്നെ ഭാഗവതം വായിക്കും തോറും വിനയം, ലാളിത്യം ഉണ്ടാവണമെന്നാണ്. നാരദ മഹർഷി ഭഗവാന്റെ ഗാർഹസ്ഥ്യ ദർശനം, ദശമസ്കന്ധം 69-ാമത്തെ അധ്യായം. ആദ്യം മണികൊട്ടാരത്തിൽ പോയി, പിന്നെ സത്യഭാമയുടെ കൊട്ടാരത്തിൽ പോയി. അവിടെ ഭഗവാൻ നാരദ മഹർഷിയോട് പറയുന്നുണ്ട്, ക്രിയതേ കിന്നു പൂർണ്ണാനാം അപൂർണൈ അസ്മദാദിഭി.
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതേ. അതാണ് ഭഗവാൻ. ആ ഭഗവാനാ പറയണേ നാരദ മഹർഷിയോട്, എനിക്കോ ബലരാമസ്വാമിക്കോ പൂർണ്ണതയില്ല. ക്രിയതേ കിന്നു പൂർണ്ണാനാം അപൂർണൈ അസ്മദാദിഭി. ഭാഗവതം മുഴുവൻ നോക്കൂ, ഭഗവാനേക്കാൾ കഴിവ് ഭക്തനാ. മൽ ഭക്തപൂജാഭ്യധിക. ഉദ്ധവോപദേശത്തിലെ 19ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുക ഉദ്ധവനോട്, മൽ ഭക്തപൂജാഭ്യധിക സർവഭൂതേഷു മന്മതി. ഉദ്ധവ, എന്നെ പൂജിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എൻ്റെ ഭക്തന്മാരെ പൂജിക്കലാണ്. എല്ലാവരിലും സമാഭാവന സിദ്ധാന്തം കാണണം. അതാ സാന്ദീപനി മഹർഷിയുടെ പ്രത്യേകത. 14 ലോകങ്ങളിൽ അന്വേഷിച്ചാലും സാന്ദീപനി മഹർഷിയെ പോലെ ഗുരുനാഥൻ കാണില്ല. എന്താണ്? ഏറക്കീറിയ കൂറയാൽ അരമറച്ചിയിടും സുധാമാവിനും മാറിൽ കൗസ്തുഭരത്നലക്ഷ്മിയണിയും ഗോവിന്ദനും തുല്യമായി ആരത്യുത്തമ ശിഷ്യവത്സലതയെ പങ്കിട്ടു പുണ്യാശ്രമ പ്രാരബ്ധങ്ങളും ആ മുനിപ്രവരനാണ് അന്യാദൃശ അധ്യാപകൻ. ഭഗവാന്റെ അൻപാടി ലീല, വൃന്ദാവൻ ലീല, മധുരാലീല ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഭഗവാൻ പഠിക്കാൻ പോയത്. ഭഗവാനാണ് നല്ല നിശ്ചയ. എന്നിട്ടും തൻ്റെ അടുക്കൽ പഠിക്കാൻ വന്ന ആ സുധാമാവിനോടും ഭഗവാനോടും ഒരേ രീതിയിൽ പെരുമാറി. നമ്മൾ പെരുമാറില്ല. ഭഗവാനോട് കുറിച്ച് ബഹുമാനം കാണിക്കില്ലേ കൂടുതൽ? ഭഗവാനോട് കുറിച്ച് സ്നേഹം കൂടുതൽ കാണിക്കില്ലേ? ഭഗവാൻ സന്തോഷമായി. അർജുനന് കൊടുക്കുന്ന ഉപദേശം, സമൂഹം സർവഭൂതേഷു നമേ ദേഷ്യോസ്തി ന പ്രിയ. അർജുന, എനിക്ക് ബന്ധുക്കളുമില്ല, എനിക്ക് ശത്രുക്കളുമില്ല. എന്താ? ഗുരുനാഥൻ്റെ ആ ഭാവമാണ് സമഭാവനാ സിദ്ധാന്തം. ഏതായാലും ആ തന്നിരിക്കുന്ന ഭാഗം പാദൗതു പ്രഥമസ്കന്ധ നമ്മൾ രാവിലെ വായിക്കാറുണ്ട് ഇല്ലേ, പ്രാർത്ഥിക്കാറുണ്ട്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. 12 സ്കന്ധങ്ങൾ ആ ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ അവയവങ്ങളാണ്. പാദൗതു പ്രഥമസ്കന്ധ. 1ാമത്തെ സ്കന്ധം ഭഗവാന്റെ കാലുകളാണ്. 2ാമത്തെ സ്കന്ധം ഭഗവാന്റെ കാൽമുട്ടുകളാണ്. 3ാമത്തെ സ്കന്ധം ഭഗവാന്റെ തുടകളാണ്. 4ാമത്തെ സ്കന്ധം അരപ്രദേശം. 5ാമത്തെ സ്കന്ധം ഭഗവാന്റെ തിരുവയർ. 6ാമത്തെ സ്കന്ധം അരാമിളൻ്റെ കഥയൊക്കെ അറിയാം ഇല്ലേ. ഹൃദയം ഷഷ്ടമീര്യതേ ഹൃദയേ നാരായണോ മനസ്സി ചന്ദ്ര. നവഗ്രഹങ്ങളെ വർണ്ണിക്കുന്ന അധ്യായത്തിലുണ്ട്. ഹൃദയേ നാരായണോ മനസ്സി ചന്ദ്ര. ഞാൻ നമ്മൾ തൊട്ടു കാണിക്കുന്നത് എവിടെയാ? തലയിലോ കാലിലോ അല്ല, ഇവിടെയാ. ഭഗവത്ഗീത അത് തന്നെ പറയുന്നു. ഈശ്വര സർവഭൂതാനാം ഹൃദയേ അർജുന തിഷ്ഠതി. അപ്പോൾ ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ ഹൃദയമാണ് 6ാമത്തെ സ്കന്ധം. 7ാമത്തെ സ്കന്ധം ഭഗവാന്റെ തിരുമാറിടം. 8ാമത്തെ സ്കന്ധം ഭഗവാന്റെ കഴുത്ത്. 9ാമത്തെ സ്കന്ധം ഭഗവാന്റെ തോൾ പ്രദേശം. 10മം മുഖമീര്യത. 10മസ്കന്ധത്തിലാണ് 90 അധ്യായങ്ങൾ. ഭാഗവത സ്വരൂപിയായ ഭഗവാന്റെ മുഖമാണ് 10മസ്കന്ധം. 11 സ്കന്ധം ഭഗവാന്റെ ശിരസ്. 12ാമത്തെ സ്കന്ധം ബ്രഹ്മരന്ധ്രം. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളാണ് 1ാമത്തെ സ്കന്ധത്തിലെ ആശയം. പാദൗതു പ്രഥമസ്കന്ധ. പക്ഷേ ഭാഗവതമായി പരിചയമുള്ളവർക്കറിയാം. എന്തറിയാം? ഭഗവാന്റെ പാദത്തേക്കാൾ പ്രാധാന്യം ഭക്തൻ്റെ പാദങ്ങൾക്ക്. മുട്ട്യോമൂർത്തി പദം തത്വ ആരുരോഹ അത്ഭുതഗ്രഹം. ധർമ്മരാജാവ് ഭഗവാന്റെ നാമോച്ചാരണമാഹാത്മ്യം അറിയാവുന്ന 12 പേരിൽ ഒരാൾ ധർമ്മരാജാവാണ്. ആ ധർമ്മരാജാവ് എന്താ പ്രാർത്ഥിച്ചത്? ധ്രുവൻ്റെ പാദം എൻ്റെ ശിരസിൽ വരണം. വിമാനത്തിൽ കയറുമ്പോൾ നമ്മൾ കോണിപ്പടി എന്ന് പറയും. ഇപ്പം ഇതുപോലെ ഭക്തനായ ധ്രുവൻ്റെ പാദം എൻ്റെ ശിരസിൽ വരണം. മുട്ട്യോമൂർത്തി പദം തത്വ ആരുരോഹ അത്ഭുതം ഗ്രഹം. നോക്കൂ, ഭഗവാന്റെ പാദത്തേക്കാൾ പ്രാധാന്യം ഭക്തൻ്റെ പാദങ്ങൾക്കാണ്. ഇതുപോലെ ഗജേന്ദ്രമോക്ഷം കഥ എല്ലാവർക്കും അറിയാവുന്ന അല്ലേ. ആ ഗജേന്ദ്രൻ്റെ കാലിൽ കടിച്ചു, ചോര കുടിച്ചു, വേദനിപ്പിച്ചു. എന്നിട്ടും ഭഗവാൻ മുതലയായി കിടന്നിരുന്ന ആ ഹൂഹു എന്ന ഗന്ധർവനെ അനുഗ്രഹിച്ചു. നോക്കൂ, ഭക്തൻ്റെ കാല് പിടിച്ചു. എന്നാലും കാലല്ലേ പിടിച്ചത്? ചോര കുടിച്ചിട്ടാണെങ്കിലും വെള്ളത്തിലേക്ക് താഴ്ത്തിക്കൊണ്ട് പോയിട്ടാണെങ്കിലും ഭക്തൻ്റെ കാല് പിടിച്ചു, മോക്ഷം കൊടുത്തുന്ന. ഇതുപോലെ ചതുർത്ഥ സ്കന്ധ അവസാനം മൈത്രേയ മഹർഷിയുടെ
പാദങ്ങൾ വിതുരൻ ശിരസിൽ വെപ്പിക്കുന്നു. നോക്കൂ, വിനാമഹൽപാദരജോഭിഷേകം, വിനാമഹൽപാദരജോഭിഷേകം. ആ ഭക്തന്മാരുടെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന മണൽത്തരിയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇത് ഏകാദശ സ്കന്ധം 14-ാമത്തെ അധ്യായം. അതിൽ ഭഗവാൻ തന്നെ പറയുന്നു, ഉദ്ധവനെ അറിയാറില്ല. അനുവ്രജാമ്യഹം നിത്യം പൂയേത്യങ്കിരേണുഭി. ഉദ്ധവന്റെ കാലിൽ പറ്റിയിരിക്കുന്ന മണത്തരികളാണ് ഭഗവാനെ പരിശുദ്ധനാക്കുന്നത്. ഭഗവാൻ പറയുക, ഇത് കൂടുതൽ എന്താ വേണ്ടത്? ഇപ്പൊ വായിച്ചു കുറച്ചു മുമ്പേ എന്താ അത്? ഭാഗവതാംഘ്രിരേണും. ഭഗവതാംഘ്രിരേണും എന്നല്ല, ഭാഗവതാംഘ്രിരേണും ശ്വസൻശവോ. ഭക്തന്റെ കാലിൽ പിടിച്ചിരിക്കുന്ന മണത്തരിയെ ധരിക്കാത്തവൻ ജീവിക്കുന്ന ശവമാണ്. നോക്കൂ, ഭഗവാന്റെ പാദത്തേക്കാൾ പ്രാധാന്യം ഭക്തന്റെ പാദങ്ങൾക്കാണ്. അതാണ് പല കഥകളും. നരസിംഹമൂർത്തിയെ ശാന്തനാക്കാൻ ഭക്തനെ കഴിഞ്ഞുള്ളൂ, ബ്രഹ്മദേവനോ മഹാദേവനോ ആർക്കും കഴിഞ്ഞില്ല എന്നാ. അതുപോലെ ദുർവാസാവിനെ രക്ഷിക്കാൻ മഹാവിഷ്ണുവിനോ മഹാദേവനോ ബ്രഹ്മദേവനോ സാധിച്ചില്ല, ഭക്തനായ അംബരീഷനെ സാധിച്ചുള്ളൂ എന്നാ. ഒരു മലയാള കവി പാടി, ദൈവം മനുഷ്യനായി പിറന്നാൽ ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ തിരിച്ചു പോകും മുമ്പ് ദൈവം പറയും, മനുഷ്യ നീയാണ് ഇന്ന് എൻ്റെ ദൈവം, നമ്മളാ ദൈവം എന്ന് ദൈവം പറയും. നോക്കൂ, ഭഗവാനേക്കാൾ കഴിവ് നമുക്കാണ് എന്ന് പുരാണങ്ങളൊക്കെ. പക്ഷെ നമ്മളെന്ത് ചെയ്യണം? ഇപ്പോൾ ഭഗവാനെ ആത്മാർത്ഥതയോടെ ശ്രദ്ധയോടെ എപ്പോഴും ധ്യാനിക്കണം. നമുക്കൊക്കെ മൊബൈൽ ഫോൺ പിടിക്കണമെങ്കിലേ ചാർജ് ചെയ്യാന്ന് പറയും, ഇല്ലേ? ഇങ്ങോട്ട് ആരെങ്കിലും പിടിക്കണമെങ്കിലും ചാർജ് ചെയ്യണം. പക്ഷേ ഭഗവാന്റെ മൊബൈൽ ഫോൺ എപ്പോഴും ഫുള്ളാണ്. എന്നുവെച്ചാലോ എപ്പോഴും നമ്മളെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ എന്ന് കാണിക്കുക. ഏതായാലും എന്താ 8-ാമത്തെ അധ്യായമാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ള ആ അധ്യായം. അപ്പോൾ കഴിഞ്ഞ അധ്യായത്തിലെ കഥയൊക്കെ എല്ലാവർക്കും അറിയാം. ഭാരത സ്ത്രീകതൻ ഭാവശുദ്ധി പാഞ്ചാലി ദേവി, ഇല്ലേ? എല്ലാ സദ്ഗുണങ്ങൾക്കും മാതൃക പാഞ്ചാലി ദേവി. ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എന്താ ഭാഗവതത്തിൻ്റെ സന്ദേശം, പുരാണങ്ങളിലെ സന്ദേശം? എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവതാഹ. സ്ത്രീകളെ ബഹുമാനിക്കുക, സ്ത്രീകളെ ആദരിക്കുക, അതാണ് ഓരോ ഭാരതീയൻ്റെയും പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം. അപ്പോൾ ആദ്യം പാഞ്ചാലി ദേവിയുടെ സ്വഭാവശുദ്ധി നമുക്ക് വെളിപ്പെടുത്തി തന്നു. പിന്നീടാണ് എന്താ ഉത്തരാദേവിയുടെ പ്രാർത്ഥന, കുന്തിദേവിയുടെ പ്രാർത്ഥന. ഇപ്പം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ എന്താ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ടുള്ള പിതൃകർമ്മങ്ങളൊക്കെ ധർമ്മപുത്ര മഹാരാജനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പിന്നെ 3 അശ്വമേധയാഗങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് നടത്തിച്ചു. പിന്നെ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാനായിട്ട് ഭാവിച്ചു. അപ്പോഴാണ് എന്താ ഭക്തിയുടെ പ്രതീകമായിട്ട് ഉത്തരാദേവി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എന്താ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പ്രത്യേക കാരണം? അശ്വത്ഥാമാവിൻ്റെ കഥ എല്ലാവർക്കും അറിയാല്ലേ. മഹാഭാരത യുദ്ധത്തിന് പാണ്ഡവന്മാർക്ക് ജയിച്ചു, സന്തോഷമായിട്ട് കിടന്നുറങ്ങി. രാവിലെ അങ്ങനെയല്ല, സുപ്രഭാതം അല്ല ഉണ്ടായത്, എല്ലാവർക്കും ദുഃഖമാണ് ഉണ്ടായത്. മഹാഭാരതത്തിലെ വേദവ്യാസ മഹർഷി ഒരു ശ്ലോകം പറയുന്നുണ്ട്, ജയോയം അജയാകാര ജയത്തസ്മാൽ പരാജയ. മലയാള അധ്യാപകൻ ജയം, അതിൻ്റെ വിപരീത പദം പരാജയം. എല്ലാവർക്കും അറിയാം, ജയിക്കുക, വിപരീത പദം തോൽക്കുക. വേദവ്യാസ മഹർഷി അങ്ങനെയല്ല പറഞ്ഞ്, ജയം കൊണ്ട് സന്തോഷം ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, രാജ്യം കിട്ടി. പക്ഷേ അശുദ്ധമാവ് മക്കളെയൊക്കെ കൊല്ലുക ചെയ്ത്, അപ്പോൾ ദുഃഖമാണ് ഉണ്ടായത്. അപ്പോൾ ജയോയം അജയാകാര ജയത്തസ്മാൽ പരാജയ. അശ്വത്ഥാമാവിനെ ശിക്ഷിച്ചു, അതൊക്കെ നമുക്കറിയാവുന്ന കഥയാ. എന്നിട്ടും അശ്വത്ഥാമാവ് വെറുതെ ഇരുന്നില്ല എന്നാ. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ്റെ പുത്രനായ അഭിമന്യുവിനെ ദുര്യോധനാദികൾ ചതിച്ചു കൊന്നു. അപ്പോൾ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരാദേവി ഉദരത്തിൽ ശിശുവിനെ വഹിക്കുന്ന കാലം. അപ്പോൾ എന്താ അശ്വത്ഥമാവ് ചെയ്ത്? അപാണ്ഡവമിതം കർത്തും, പാണ്ഡവന്മാരുടെ വംശം തന്നെ ഇല്ലാതെയാകണം എന്നുദ്ദേശിച്ച് ഉദരത്തിൽ കിടക്കുന്ന കുട്ടിയെ ലക്ഷ്യമാക്കി എന്താ ബ്രഹ്മാസ്ത്രം അയച്ചു. പോരാ, പാണ്ഡവന്മാരുടെ നേരെയും എന്താ
ബ്രഹ്മാസ്ത്രം അയച്ചു എന്നാ. ഉത്തരാദിത്യ എന്താ ചെയ്ത്? പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപരെ നാന്യന്തത ഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം അഭിദ്യപതിമാം ഈശ ശരത്പത്തായസോ വിഭോ കാമം ദഹതുമാം നാഥ മാമേ ഗർഭോ നിവാത്യത. ഇന്ന് ഒന്നാം ദിവസം ഭഗവാനെ വിളിക്കുന്നു ഉത്തമ ഭക്ത മഹായോഗിൻ. കഴിയുന്ന ദിവസം കേൾക്കാം ഉദ്ധവനും ഇത് തന്നെ സംബോധന ചെയ്യുന്നു. നമോസ്തുതേ മഹായോഗിൻ പ്രപന്ന മനുഷാധിമാം യഥാത്വചരണം ഭോജേ രതിസ്യാൽ അനവായിനി. അത് ഉത്തരാദേവിയാണ് ഇത് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയില്ലേ. മഹായോഗി എന്ന വിശേഷണം ഉത്തരാദേവി ഭഗവാന് കൊടുത്തുന്ന. അങ്ങല്ലാതെ എനിക്കാരും ബന്ധുവില്ല. നമ്മൾ പറയും അമ്മ ബന്ധുവാണ്, അച്ഛൻ ബന്ധുവാണ്, ഭർത്താവ് ബന്ധുവാണ്, മക്കൾ ബന്ധുക്കളാണ്. പക്ഷെ ഒരു കാര്യം, അവർക്കൊക്കെ മരണം എന്ന 3 അക്ഷരമുണ്ട്. എത്ര മൃത്യു പരസ്പരം. പക്ഷേ മരണമില്ലാത്ത ബന്ധുവാരാ? സഹസ്രനാമത്തിലെ ഒരു വരി, ലോകബന്ധു ലോകമാധോ മാധവോ ഭക്തവത്സല. ഭഗവാനെ, എൻ്റെ വയറ്റിൽ കേൾക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടാവോ? ഇല്ലേ, ഇരുമ്പ് ചൂട് പിടിപ്പിച്ച് ദേഹത്ത് വെച്ചാലോ പൊള്ളൽ അനുഭവപ്പെടും. ശരത്തപ്പായ സോവിഭോ, എൻ്റെ കുട്ടിയെ രക്ഷിക്കണം, എന്നെ വേണമെങ്കിൽ ദഹിപ്പിച്ചുള്ളൂ. ഏതെങ്കിലും അമ്മ പ്രാർത്ഥിക്കൂ? ആ കുട്ടിയോട് ആ വംശം നിലനിർത്തുവാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു, എൻ്റെ കുട്ടിയെ നഷ്ടപ്പെടുത്തരുത്, എന്നെ വേണമെങ്കിൽ ദഹിപ്പിച്ചുള്ളൂ. ഉത്തരാദേവി ആത്മാർത്ഥമായി ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ്. ഉത്തരാദേവിയുടെ ഭക്തി ഇവിടെയല്ല, ഇവിടെയല്ലേ? അല്ല. പഞ്ചമസ്കന്ധം 13-ാമത്തെ അധ്യായത്തിലെ ഏതാണ്ട് അവസാനത്തെ ശ്ലോകം, ഇത്യേവം ഉത്തരാമാതഃ. ഉത്തരാദേവി അമ്മയായിട്ടുള്ള അല്ലയോ പരീക്ഷിത്തെ. നോക്കൂ, ഉത്തരാദേവിയുടെ യോഗ്യത അവിടെയാണ് കാണിക്കുക, ഇവിടെയല്ല എന്നർത്ഥം. ഉത്തരാദേവി അമ്മയായിട്ടുള്ള പരീക്ഷത്തെ. ഭാഗവതത്തിലെ കഥകൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ അത്? മാഹാത്മ്യം പിന്നീടാ. അഷ്ടമസ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ കൂർമാവതാരം. പക്ഷേ അതിൻ്റെ സാരം എവിടെയാ? കഴിയുന്ന ദിവസം നമ്മൾ വായിക്കും. 12-ാമത്തെ സ്കന്ധത്തിലെ 13-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം, പൃഷ്ടേ ഭ്രാമ്യതമന്ദമന്തരഗിരി ഗ്രാവാഗ്ര കണ്ടൂജനാന്നിദ്രാലോ കമഠാകൃതേ ഭഗവത ശ്വാസാനുരോപാന്തുവ യൽ സംസ്കാരകലാനുവർത്തനവരാൽ വേദാനിഭേനാംഭതം യാതായാതമതന്ത്രിതം ജലനിധേന്നാദ്യാപി വിശ്രാമ്യര്. നോക്കൂ, കൂർമാവതാരത്തിൻ്റെ പ്രാധാന്യം അവിടെയാണ്. ഇന്നും കൂർമ്മമൂർത്തി സമുദ്രത്തിൻ്റെ അടിയിലുണ്ട്. ആ ശ്വാസോച്ഛ്വാസമാണ് തിരമാലകളായി നമ്മൾ ഇന്നും കാണുന്നത്. ഭട്ടതിരിപ്പാട് നാരായണത്തിൽ ഇതിൻ്റെ ഈ അവസ്ഥ കാണിച്ചിട്ടുണ്ട്. ആ പാലാഴിമതലം കൂർമാവതാരമൊക്കെ അവിടെ പറഞ്ഞു. കഴിയുന്ന ദശകത്തിൻ്റെ അധ്യായത്തിലും പ്രണതജല മനോമന്ദരോദ്ധാര കൂർമ്മ, പ്രണതജല മനോമന്ദരോദ്ധാര കൂർമ്മ, അവിടെയും ആ കൂർമാവതാരത്തിൻ്റെ പ്രാധാന്യം കാണിച്ചു. ഏതായാലും ഭഗവാൻ എന്ത് ചെയ്തു? പാണ്ഡവന്മാർക്ക് നേരെ അയച്ച ആ ബ്രഹ്മാസ്ത്രത്തെ ഇല്ലാതെയാക്കി ഉത്തരാദേവിയെ അനുഗ്രഹിച്ചു. കരളുരുകി വിളിക്കുകിൽ കാരുണ്യവാൻ ഹരി കൈവടിഞ്ഞിട്ടില്ല ഇന്നോളം ആരെയും. കരളുരുകി ഭഗവാനെ വിളിക്കൂ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, രക്ഷിക്കുന്നു. സുദർശനേന സ്വാസ്ഥേന രക്ഷാം ദധാൽ വിഭു. സുദർശനാസ്ത്രം കൊണ്ട് ആ കുഷിയൊക്കെ രക്ഷിക്കുന്ന കഥ അത് വിസ്തരിച്ച് 12-ാമത്തെ അധ്യായത്തിലാണ്. അങ്കുഷ്ടമാത്രമമലം ഭഗവാൻ തള്ളവരലിൻ്റെ വലിപ്പം സ്വീകരിച്ച് ഉത്തരാദേവിയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ആ അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തെ നശിപ്പിച്ചു. ഉത്തരാദേവി ഭാഗ്യവതി. കൗസല്യദേവിയേക്കാൾ, ദേവകീദേവിയേക്കാൾ, അതിഥിദേവിയേക്കാൾ. എന്താണ്? അതിഥിദേവി ഭഗവാനെ ഉദരത്തിൽ വഹിച്ചു. കൗസല്യാദേവി ശ്രീരാമനെ ഉദരത്തിൽ വഹിച്ചു. ഇവിടെ ഭക്തൻ, ഭാഗവതൻ, ഭക്തി 3 ഭാവ അല്ലേ? ഉത്തരാദേവിയുടെ ഉദരത്തിൽ ഭഗവാൻ, ഉത്തരാദേവിയുടെ ഉദരത്തിൽ ഭക്തൻ. ഭഗവാനുമുണ്ട്, ഭക്തനുമുണ്ട്. പിന്നെ അടുത്ത വാക്ക് ചോദിക്കേണ്ട കാര്യമില്ല, ഭക്തി. ഭഗവാനും ഭക്തനും ചേർന്നാൽ ഉണ്ടാകുന്ന ഭാവം ഭക്തി. അപ്പോൾ വയറ്റിൽ വെച്ച് തന്നെ ഭഗവാനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഭഗവാനും ഭക്തനും ഉദരത്തിൽ ഏത് സ്ത്രീക്ക് ഭാഗ്യം കിട്ടും? അങ്കുഷ്ടമാത്രമമലം
അല്ലേ തള്ളവിരലിന് പ്രാധാന്യം. ആ ചെറിയ വിരലെന്താ? കനിഷ്ഠിക എന്ന് പറയും, സംശയം. പഴയ കാലത്ത് ഞാൻ ഒരു പക്ഷേ വരാം, സംശയ ചെറിയ വിരലിന്. മറ്റത് പവിത്ര ഇടുക, മോതിര ഇടുക. പിന്നെ നടുക്കലത്തെ വിരൽ ബുദ്ധിയുടെ പ്രതീകം, വലിപ്പം കൂടുതലുണ്ട്. ഇത് നല്ല ലക്ഷണമല്ല, ചൂണ്ടിക്കാണിക്കുക എന്ന് പറയും, അഹങ്കാരത്തിൻ്റെ സൂചന. ഈ 4 വിരലും ഒന്നിച്ചാ നിൽക്കുക, ഈ വിരലോ മാറിയ. അമ്മയുടെ സ്ഥാനം അല്ലേ പ്രാധാന്യം കൂടുതൽ ഈ വിരലിനാണ്. അങ്കുഷ്ടമാത്രമമലം, ആ തള്ളവിരലിൻ്റെ വലുപ്പത്തിൽ ഉത്തരാദേവിയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ആ കുട്ടിയെ രക്ഷിച്ചു. ഗർഭശ്രീമാനായി ആ കുട്ടി വളർന്നു. എന്നിട്ടോ ഭഗവാൻ അവിടെ താമസിച്ചു. എന്താ താനോ ഉടനെ അന്തർധാനം ചെയ്താലോ അശ്വത്ഥമാ വീണ്ടും അസ്ത്രായിക്കും. ഇത് പൃഥുമഹാരാജാവിൻ്റെ യാഗം തടസ്സപ്പെടുത്തുവാൻ ദേവേന്ദ്രൻ 2-3 പ്രാവശ്യം ശ്രമിച്ചു. ഇതുപോലെ വീണ്ടും ശ്രമിച്ചാലോ ആ കുട്ടി ഭൂജാതനാകുന്നത് വരെ ഭഗവാൻ ഉത്തരാദേവിയുടെ ഉദരത്തിൽ താമസിച്ചു. മഹാബലിക്ക് കിട്ടാത്ത ഭാഗ്യം, ബാണന് കിട്ടാത്ത ഭാഗ്യം അവർക്ക് പരസ്യമായിട്ടാണ്. സുതലം ഭരിക്കുന്ന മഹാബലിയുടെ കാവൽക്കാരനായി ആര്? മഹാവിഷ്ണു അല്ലെങ്കിൽ വാമനമൂർത്തി. എന്താ ബാണൻ എന്ന ഭക്തൻ്റെ കാവൽക്കാരനായി മഹാദേവൻ. അതെല്ലാവരും കണ്ടതാ. ഇത് ആരും കാണാതെ അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ കാവൽക്കാരനായി രക്ഷകനായി മഹാവിഷ്ണു. അമ്മാതൻ ഗർഭത്തിൽ വെച്ചു രക്ഷിച്ചതും അമ്മാഹൻ നന്നായി ഓർമ്മിക്കാം. അപ്പം എന്നോടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും കാരുണ്യം കാണിച്ചത് എന്ന് പരീക്ഷിത മഹാരാജാവ്. അങ്ങനെ ഉത്തരാദേവിയെ സന്തോഷിപ്പിച്ചു, രക്ഷിച്ചു. ഈ സമയത്താണ് കുന്തിദേവിയുടെ വരവ്. എന്താണ് കുന്തിദേവി? ആരാ? ഭഗവാന്റെ അച്ഛൻ വസുദേവൻ്റെ സഹോദരിയാണ് കുന്തിദേവി. ആ കുന്തിദേവിയിലുണ്ടായ പുത്രന്മാരാണ് ധർമ്മപുത്ര മഹാരാജാവ് ഭീമസേനൻ, അർജുനൻ. മറ്റേ 2 കുട്ടികൾ നാസത്യദസ്രന്മാർ, അശ്വിനീദേവന്മാരുടെ മക്കളായിട്ടാണ്. അപ്പോൾ കുന്തിദേവിയുടെ കഥ മഹാഭാരതവും ഭാഗവതവും വായിക്കുന്നവർക്കൊക്കെ നല്ല പരിചയ. കുന്തിഭോജൻ എടുത്തു വളർത്തിയതുകൊണ്ട് കുന്തിദേവി എന്ന പേര്. ആ സമയത്താണ് ദുർവാസാ മഹർഷി അവിടെ ആദ്യ സർക്കാരത്തിന് വന്നത്. കുന്തിദേവി ശ്രദ്ധയോടെ, ഭക്തിയോടെ, ആത്മാർത്ഥതയോടെ ദുർവാസാ മഹർഷിയെ പരിചരിച്ചു, ബഹുമാനിച്ചു. അദ്ദേഹം 5 വരങ്ങൾ നൽകി. പിന്നെ ശരിക്കുള്ള പേര് പ്രഭ എന്നാണ്. പാർത്ഥൻ. മലയാള അധ്യാപകൻ അർജുനനെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയുള്ളൂ. ധർമ്മപുത്രർക്കും പാർത്ഥൻ്റെ പേര്, ഭീമസേനും പാർത്ഥൻ്റെ പേര്, അർജുനനും പാർത്ഥൻ്റെ പേര്, പ്രഭയുടെ പുത്രന്മാർ. അപ്പോൾ കുന്തിദേവിയെ അനുഗ്രഹിച്ചു ദുർവാസാ മഹർഷി. പിന്നീടാണ് ആ സംഭവമൊക്കെ ഉണ്ടായത്. ഒരു ദിവസം സൂര്യഭഗവാനെ വിചാരിച്ചു. സൂര്യഭഗവാൻ അടുത്തു വന്നു, ഒരു പുത്രനെ ദാനമായി അനുഗ്രഹിച്ചു. താപസശ്രേഷ്ഠൻ്റെ സത്യപരീക്ഷയിൽ പാപത്തിൽ പെട്ടുപോയി പണ്ടു കുന്തി. അതെ, കൊച്ചുകുട്ടിയായ വിവാഹത്തിന് മുമ്പുള്ള കഥയാണ്. മന്ത്രത്തിന് ശക്തിയുണ്ടോ? സൂര്യഭഗവാനെ വിചാരിച്ചു, ഇവിടെ വന്നു, അനുഗ്രഹിച്ചു, ഒരു പുത്രനെ നൽകുന്ന. അപ്പോൾ അപമാന കൊണ്ട് ഭയന്ന് ആ കുട്ടിയെ പെട്ടിയിലാക്കി ഒഴുക്കി എന്നൊക്കെ മഹാഭാരതത്തിൽ ബാലമഹാഭാരതത്തിൽ വായിച്ചിട്ടുണ്ട്. മാരി മാധവൻ നായർ കർണശപഥം കഥകളിയൊക്കെ എഴുതിയ ബാലമഹാഭാരതം കുട്ടികൾക്കുള്ള മഹാഭാരതത്തിൽ വായിച്ചിട്ടുണ്ട്. ഏതായാലും അത് ദുര്യോധൻ്റെ അടുത്തുള്ള രാധ അതിരഥൻ എടുത്തു വളർത്തിക്കൊണ്ടു വന്നു. പിന്നെ ദുര്യോധനന് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി, അംഗരാജ്യം നൽകി, അംഗരാജാവാക്കി മാറ്റി. പക്ഷേ കുന്തിദേവിക്ക് കർണനുണ്ടായപ്പോൾ മുതൽ അവസാന നിമിഷം വരെ ദുഃഖം. മൂത്തപുത്രനായ കർണൻ മറുപക്ഷത്ത്, ശത്രുപക്ഷത്ത്. അമ്മമാർക്ക് എല്ലാ മക്കളോടും ഒരുപോലെയല്ല സ്നേഹം, വാത്സല്യം. അത് രാജസൂയ സദസ്സിൽ ഭഗവാന് മനസ്സിലായി. ആ 18 മാസക്കാലം അച്ഛൻ്റെ സഹോദരി കുന്തിദേവി സന്തോഷിച്ചോട്ടെ. രാജസൂയാഗമൊക്കെ വിസ്തരിച്ച ആചാര്യന്മാർ പറയും, അവിടെ ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുക്കുന്നുണ്ട്. ഭീമോ മഹാരഥാധ്യക്ഷോ, പാറയശാലയുടെ ചുമതല ഭീമസേനന്. ഗുരു ശുശ്രൂഷണേ ജിഷ്ണു, വരുന്നവരെ ബഹുമാനിക്കുക, ആ ചുമതല അർജുനന്. പരിവേഷണേ ദ്രുപദജ, വിളമ്പിക്കൊടുക്കുക, അത് മാത്രം വിചാരിക്കേണ്ട, അലങ്കരിക്കുക, ഭംഗിയാക്കുക, ആ ചുമതല
പാഞ്ചാലിയിലേക്ക് വരുന്ന ബ്രാഹ്മണരെ കാല് കഴിക്കുക, അത് ഭഗവാനെ ഏറ്റെടുത്തു എന്നാണ്. പിന്നെ ദുര്യോധന ധനാധ്യക്ഷ, ധനത്തിൻ്റെ ചുമതല കൊടുത്തു. അപ്പോഴാണ് ഭഗവാന്റെ സൈക്കോളജി അല്ലെങ്കിൽ മനഃശാസ്ത്രം. 18 മാസക്കാലം അച്ഛൻ്റെ സഹോദരി കുന്തിദേവി സന്തോഷിച്ചോട്ടെ. ദാനേ കർണോ മഹാമനാഹ. ദാനം ചെയ്യുമ്പോൾ മൂത്തപുത്രനാണ് അമ്മയുടെ അടുക്ക വേണ്ടത്. മൂത്തപുത്രൻ ആരാ? വ്യാകരണ നിയമപ്രകാരം കർണനാ. ഇത് ആർക്കും അറിയില്ല, ഭഗവാനോ വേദവ്യാസനോ കുന്തിക്കൊക്കെ അറിയാവൂ. അപ്പോൾ ദാനം ചെയ്യുമ്പോൾ കുന്തിദേവിയുടെ അടുത്ത് മൂത്തപുത്രൻ. ഭഗവാൻ ഇതുപോലെ എന്താ സഹായിക്കണ്ടേ? ദാനേ കർണോ മഹാമന. പിന്നെ അവസാന രംഗം മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ കർണൻ മനസ്സിലാക്കുന്നുള്ളൂ, രാധേയനല്ല നീ, ആദിരഥിയല്ല, സൂതകൂലത്തിൽ പിറന്നോനല്ല. കുന്തിദേവി എന്നെ ചെന്നറിയിക്കുന്നതായിട്ടൊക്കെ ലേഖനങ്ങളിൽ വായിച്ചിട്ടുണ്ട്. നീ കൂടി അങ്ങു ചെന്നു ധർമ്മജാഗ്രതനായി വാഴുക ഇനി മേലിൽ, എങ്കിലേ സുഖമുള്ളൂ. നീ ധർമ്മപുത്ര ജ്യേഷ്ഠനായിട്ട് വാഴൂ, അന്നൊക്കെ അല്ലെങ്കിൽ എന്നും ദുഃഖമായിരിക്കും. അവ കാരണം പറഞ്ഞു, ഞാൻ വരില്ല, എന്നെ ഞാനാക്കിയത് ദുര്യോധനാണ്. ആ കുന്തിദേവിക്ക് എന്നും ദുഃഖമാണ് ഉണ്ടായതെന്ന. ഇവിടെ കുന്തിദേവി ആലങ്കാരികമായിട്ട് പറയുന്നു, ഇതുവരെ ബന്ധു എന്ന നിലയ്ക്കാണ് ഭഗവാനെ കാണാറുള്ളത്. അകത്തും പുറത്തും എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ജീവചൈതന്യം. നമസ്തേ പുരുഷോന്വാദ്യം ഈശ്വര പ്രഹൃദേവരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹി അവസ്ഥിതം. അപ്പോൾ ഇന്നങ്ങനെയല്ല, ഭഗവാനെ ശ്രീകൃഷ്ണനെ ഈശ്വരനായി കണ്ട് നമസ്കരിക്കുന്നുണ്ട്. മായാജപരികാച്ഛന്നം ഇല്ലേ? നാടകത്തിന് കർട്ടൻ എന്ന് പറയും, കഥകളിക്ക് തിരിശീല പിടിക്കാന്ന് പറയും. തിരിശീല മാറ്റിയാലേ വേഷക്കാരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പലതരത്തിൽ ഭഗവാൻ വേഷം കെട്ടിയുന്ന നടോ നാട്യധരോ യഥാ, പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി ആടിയും പാടിയും പല ചേഷ്ടകൾ കാട്ടി. മുചുകുന്ദൻ ചോദിക്കുന്നുണ്ട്, 5-ാം ദിവസം കേൾക്കാം ഇല്ലേ, ആരാണ് ഭഗവാൻ? ഭഗവാൻ പറയാം, എനിക്ക് മേരുവിലാസവും ഇല്ല. മേരുവിലാസം ഇല്ലാത്തത്? ചെല്ല് പറയുന്നു ഞാൻ ശ്രീരാമേന്ദ്ര സ്വാമിയാണ്, ചെല്ല് പറയുന്നു വാമനമൂർത്തിയാണ്, ചെല്ല് പറയുന്നു നരസിംഹമൂർത്തിയാണ്. എനിക്ക് സ്ഥിരം മേരുവിലാസമില്ല. പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി ആടിയും പാടിയും പല ചേഷ്ടകൾ കാട്ടി. വരാഹമൂർത്തിയാകുമ്പോൾ ഖർ 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 ഖർക്കരിതം, നരസിംഹമൂർത്തിയാകുമ്പോൾ അലറുക അല്ലെങ്കിൽ അഷ്ടഹാസമായി. ശ്രീകൃഷ്ണ ഭഗവാനായപ്പോഴോ മാരലാവണ്യവും ഭൂരികാരുണ്യവുമുള്ള ഭഗവാൻ. മധുരകോമളകാന്തപദാവലിം മധുരകോമളകാന്തപദാവലിം ശ്രുത്വാ കർണരസായനം തവ വച, ശ്രുത്വാ കർണരസായനം തവ വച. രസായനം പോലെ മധുരമുള്ള വാക്ക് ഭഗവാന് സാധിച്ചു. അപ്പോൾ ഓരോ അവതാരത്തിനും ഓരോ പ്രത്യേകത. എന്നാൽ ഇവരങ്ങനെയല്ല, കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. നമുക്ക് സംഖ്യകളൊക്കെ എഴുതാനറിയില്ലേ? 9 വരെ സംഖ്യകളുള്ളൂ. അത് കഴിഞ്ഞാൽ എൻ്റെ വർധനവൊക്കെയാണ് 900, 9 ലക്ഷം, 9 കോടിയൊക്കെ വർധനവ. 9 വരെ സംഖ്യയുള്ളൂ. 2 തൊട്ട് 9 വരെ എങ്ങനെയാണ്? വലത്തോട്ട് എഴുതുക, 1 എങ്ങനെയാണ് എഴുതുക? മുകളിൽ നിന്ന് താഴോട്ട്. അതാണ് ഭഗവാൻ. അവതരിക്കുക, താഴോട്ട് ഇറങ്ങി വരിക. എന്തിനാ താഴോട്ട് ഇറങ്ങി വരണേ? നമ്മളെ മുകളിലേക്ക് കൊണ്ടുവരാൻ ഇല്ലേ? ബാലൻസ് എന്നൊക്കെ പറയില്ലേ? എന്തിനു വൃഥാ കാലം കഴിക്കുന്നു വൈകുണ്ഠത്തിനു പൊയ്ക്കൊടുകീനെല്ലാവരും. അപ്പോൾ ഭഗവാൻ താഴോട്ട് ഇറങ്ങി വരുന്നത് രാമനാമം ജപിക്കൂ, നാരായണ ജപിക്കൂ, നമഃശിവായ ജപിക്കൂ. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ താഴെ ഇറങ്ങി വരിക. നഭാ പരമഹംസാനാം മുനീനാം അമലാത്മനാം അന്വേഷണീയ ചരണവും. പ്രത്യേകിച്ച് പറയുന്നു, സാധാരണക്കാർക്ക് ഭഗവാനെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. പരമഹംസ മഹാമുനീനാം അന്വേഷണീയ ചരണവും. നമ്മൾ രാവിലെ കേട്ടല്ലോ, മിഥിതരസമെഴുന്നള്ളിരിനന്തൽ സമീപേ നടിനഭവതനൂജൻ നാരദൻ മഹാമുനീന്ദ്രൻ. വേദവ്യാസ മഹർഷിയുടെ അടുക്കലേക്ക് നാരദ ഋഷി വന്നു. അപ്പോൾ ഭഗവാൻ നമ്മുടെ അടുക്കിലേക്ക് വരും. അതുപോലെ നമുക്ക് ബുദ്ധിയുണ്ടെങ്കിൽ ഭക്തി ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനൊരു സ്ത്രീയാണ്, മഹാപുരുഷന്മാരെ പോലെയുള്ള അറിവൊന്നുമില്ല. നടോ നാട്യധരോ യഥാ. പഴയ കാലത്ത് പറയില്ലേ, കലാമണ്ഡലം കൃഷ്ണന്മാരുടെ രൗദ്രഭീമം നന്നായി,
കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ പൂതനാവേഷം നന്നായി, കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ബാഹുകം നന്നായി, കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ രുദ്മാംഗനം നന്നായി. കൃഷ്ണൻ നായർ നന്നായി എന്ന് പറയാറില്ല, ആ വേഷം നന്നായി എന്നേ പറയാറുള്ളൂ. ഇത് തന്നെ പാലായിൽ പള്ളി കൊള്ളുന്ന ശ്രീപത്മനാഭസ്വാമി ഓരോ അവതാരവും സ്വീകരിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. പിന്നെ ആ ഭക്തിയുടെ മാഹാത്മ്യം പറയുക, കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ. നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ. രാമപുരത്തുകാർ ഇങ്ങനെ പറഞ്ഞാൽ പോരാന്നാ, രണ്ടച്ഛനും രണ്ടമ്മയും ഒരുത്തനുണ്ടായിട്ടുണ്ടോ പണ്ടെങ്ങാനും ഭഗവാന്റെ കളിയ ശരീരം. നമ്മളോട് ചോദിക്കൂ, അച്ഛനാരാ അമ്മയാരാ? ഒരുത്തരേ ഉള്ളൂ. ഭഗവാൻ പറയാ, എൻ്റെ അച്ഛൻ വസുദേവരാണ്, എൻ്റെ അമ്മ ദേവകീദേവിയാണ്. ഉടനെ പറയും എൻ്റെ അമ്മ യശോദാദേവിയാണ്, എൻ്റെ അച്ഛൻ നന്ദഗോപരാണ്. ഭഗവാനെ പറയാൻ പറ്റുള്ളൂ. അത് കുന്തിദേവിക്ക് അറിയാം. കൃഷ്ണായ എല്ലാവരെയും ആകർഷിക്കുന്നവനായ ഭഗവാന് നമസ്കാരം, വസുദേവൻ്റെ പുത്രനായ ഭഗവാന് നമസ്കാരം, ദേവകീദേവിയുടെ പുത്രനായ ഭഗവാന് നമസ്കാരം, നന്ദഗോപരുടെ പുത്രനായ ഭഗവാന് നമസ്കാരം, ഗോവിന്ദായ പല പല അർത്ഥങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാന് നമസ്കാരം, ഗോരുദ്ധരണം ഭൂമിദേവിയുടെ അർത്ഥമുണ്ട്. ഭൂമിദേവിയെ ഉദ്ധരിച്ച വരാഹാവതാരം കഥ പഴയ കാലത്താണ്. കൊച്ചുകുട്ടികൾ സംശയം ചോദിക്കും, മത്സ്യക്കൂർമ്മ വരാഹശ്ച, അങ്ങനെ ദശാവതാരം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ചന്ദനം ചാർത്തുക പതിവുണ്ട്. ആദ്യം മത്സ്യ രൂപം, പിന്നെ കൂർമ്മം, അങ്ങനെയാണ്. പക്ഷേ ഭാഗവത സംസ്കാരം അങ്ങനെയല്ല, നാരായണീയ സംസ്കാരം അങ്ങനെയല്ല. ആദ്യത്തെ ദിവസം വരാഹാവതാരം. അപ്പോൾ നമുക്ക് മറുപടി പറയാൻ സാധിക്കണം, എന്തിനാ വരാഹാവതാരം? ഒരു ഉദ്ദേശം ഇതാ, ഭൂമിദേവിയെ ഉദ്ധരിച്ച് നമുക്ക് താമസിക്കാൻ സ്ഥലം വേണ്ടേ, നടക്കണ്ടേ, കിടക്കണ്ടേ, ഓടണ്ടേ, ഭൂമിയിലെങ്കിൽ പറ്റുമോ? അപ്പോൾ ഭൂമിദേവിയെ ഉദ്ധരിച്ച കഥയായതുകൊണ്ട് വരാഹമൂർത്തിയുടെ അവതാരത്തിന് ഒന്നാം ദിവസം പ്രാധാന്യം. പിന്നെ നമ്മളെ സംബന്ധിച്ച് വരാഹം 7 ദിവസം, സപ്താഹാണി 7, ഇവിടെ 11 ദിവസം ശ്രേഷ്ഠമായ ദിവസങ്ങളാണ്. ഭൂമിദേവി പ്രഖ്യാപിച്ചു, അഹം വരാ, ഞാൻ ശ്രേഷ്ഠയാണ്, ഞാൻ ഭാഗ്യവതിയാണ്, ഞാൻ ധന്യവതിയാണ്. അഹം വരാ, വാക്ക് മടിച്ചിട്ടാലോ വരാഹം. ആ ഭൂമിദേവിയുടെ നന്ദി നമ്മളും രേഖപ്പെടുത്തുക. ഇവിടെ ഗോവിന്ദായ, പിന്നെ പശുക്കളെ മേയ്ക്കുക. പശുക്കളെ മാത്രമല്ല, ദശമസ്കന്ധം 19-ാമത്തെ അധ്യായത്തിൽ 2-ാമത്തെ വരിയുണ്ട്. എന്താ? അജോ ഗാവോ മഹിഷ്യശ്ച, ആടുകളെ, പശുക്കളെ, എരുമകളെ. അപ്പോൾ ഉത്സവത്തിന് 3 ആനയുണ്ടെങ്കിൽ യോഗ്യതയുള്ളതാണ് നടുക്കാൻ നിൽക്കുക. അപ്പോൾ പശുക്കൾക്ക് യോഗ്യത കൂടും. അതുകൊണ്ട് ഗോക്കൾ എന്നുള്ള വാക്ക് 2ാമത് വന്നു. അജോ ഗാവോ മഹിഷ്യശ്ച. അത് കുന്തിദേവിക്കറിയാം. ആ പശുക്കളെ വയ്ക്കുന്ന, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഭൂമിയെ ഉദ്ധരിക്കുക. ഭഗവാന് നമസ്കാരം തീർന്നില്ലല്ലോ. നമ പങ്കരനാഭായ നമ പങ്കരമാലിനെ നമ പങ്കരനേത്രായ നമസ്തേ പങ്കരാഘ്രേ. ഇത് ഭക്തിയുടെ പാരമ്യ. ഭാഗവതം പരിചയമുള്ളവരാണ് എല്ലാവരും. ആചാര്യന്മാർ ധാരാളം ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കറിയാം. മുമ്പിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ശ്രീപത്മനാഭ സ്വാമിയായി കണ്ടു. പങ്കജനാഭായ, ശ്രീകൃഷ്ണ ഭഗവാനല്ല പങ്കജനാഭൻ, ശ്രീപത്മനാഭ സ്വാമിയാണ്. നോക്കൂ, നമ പങ്കജനാഭായ. മുമ്പിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനാണെങ്കിലും എൻ്റെ മനസ്സിൽ ശ്രീപത്മനാഭ സ്വാമിയാണ്. ശേഷേശയാനം വിഗകേശയാനം ധൂതാരിജാതം ശിതപാരിജാതം ശേഷാലേശം കമലാലേശം ശ്രീപത്മനാഭം ഭരത ആഞ്ജനാഭം. നോക്കൂ, നമ പങ്കജനാഭായ. 6-ാം ദിവസം കേൾക്കാം. ഭൂമിദേവിയും ഇതേ ശ്ലോക. നരകാസുരനെ നിഗ്രഹിച്ച് ആ ശ്രീകൃഷ്ണ ഭഗവാനെ സ്തുതിക്കുന്നതും ഭൂമിദേവി ഈ ശ്ലോക. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രേ. ഭൂമിദേവിക്കാണോ ക്ഷമാശീലം കൂടുതൽ? എന്താ? അതുപോലെ കുന്തിദേവിക്കാണോ ക്ഷമാശീലം കൂടുതൽ? രണ്ടുപേരും മത്സരിച്ച് ക്ഷമാശീലം നമ്മളെ പഠിപ്പിക്കുക. ഇനി പ്രഹ്ലാദനും ഗോപികമാരെ ഇതിന് മാറ്റം വരുന്നുള്ളൂ. ഇവിടെ ഭഗവാന്റെ കൈകൾക്ക് താമരപ്പൂവിൻ്റെ ഭംഗിയുണ്ടെന്നില്ല. നമ പങ്കജനാഭായ നമ പങ്കജമാലിനെ നമ
എന്താ ന ബ്രഹ്മണോ ന ഭവസ്യ ന രമായ എന്നേർപ്പിത ശിരസി പത്മകരപ്രസാദ. താമരപ്പൂ പോലെ മനോഹരമായ കൈകൾ കൊണ്ട് എന്നെ അനുഗ്രഹിച്ചില്ലേ. ഗോപികമാരും പറയുന്നുണ്ട് കരസരോരുഹം കരസരോരുഹം കരസരോരുഹം. നോക്കൂ, ഭക്തിയുടെ പാരമ്യത്തിലാണ് ഇങ്ങനെയൊക്കെ വർണ്ണിക്കാൻ സാധിക്കുക എന്നാ. പിന്നെ ഭഗവാൻ പറയുക, അമ്മയായ ദേവകീദേവിയോട് കാണിക്കാത്ത കാരുണ്യം, സ്നേഹം, വാത്സല്യം എന്നോട് കാണിച്ചു എന്നാ. നമുക്ക് കഥയറിയാലോ, കംസൻ എന്താ 6 കുട്ടികളെ പാറക്കല്ലിലടിച്ച് കൊന്നു. പാണ്ഡവന്മാരെ ദുര്യോധനാദികളെ പല പല ശിക്ഷകൾ കൊടുത്തെങ്കിലും ആരെയും അവർ കൊന്നില്ല എന്നാ. അപ്പം അമ്മയായ ദേവകീദേവിയോട് കാണിക്കാത്ത കാരുണ്യം എന്നോട് കാണിച്ചു. പിന്നെ വിശാൽ മഹാഗ്നേ എന്തെല്ലാം സംഭവങ്ങൾ നമുക്കൊക്കെ അറിയാം. അരക്കില്ലത്തിൽ ചടച്ചു തീയും വെച്ചൊരുക്കി സംസ്കാരാദികൾ നിങ്ങളെന്നും പവനപുത്രനു വിഷം കൊടുത്തതും അവന പാമ്പിനാൽ കടിവെടുത്തതും ഏതെല്ലാം സന്ദർഭങ്ങളിൽ പാണ്ഡവന്മാർക്ക് നാശം ഉണ്ടാകുന്നായിരുന്നു. ദൗന്യശ്രവഷ്ടാത്മ ഹരേഭിരക്ഷിത. ഇപ്പം അശ്വത്ഥമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന് പോലും ഭഗവാനല്ലേ രക്ഷിച്ചത്, ഭഗവാനല്ലേ രക്ഷിച്ചത്. വിപദസ്വന്തത ശശുവൽ തത്രേത്തരകൾ ഗുരു ഭവതോ ദർശനം ലഭിച്ചാൽ അപുനർഭവ ദർശനം. പല ഭക്തന്മാരുടെയും ഭക്തകളുടെയും എന്താ സ്തുതി നമുക്കറിയാം. ഇവിടെ ഒരു പ്രത്യേകത പറയുന്നുണ്ട്, ആപത്തുകളെ തരണേ, ആപത്തുകളെ തരണേ, പ്രയാസങ്ങളെ തരണേ, കഷ്ടപ്പാടുകളെ തരണേ. നമ്മൾ നേരെ മറിച്ചല്ലേ പ്രാർത്ഥിക്കാറുള്ളത്. ആപത്തുകളുണ്ടാകരുത്, ദുഃഖങ്ങളുണ്ടാകരുത് ഇല്ലേ. എന്താ പുതിയ പ്രാർത്ഥിക്കാനുള്ള കാരണം? അഥവാ ക്ഷമ പോലെ നന്മ ചെയ്തരുളാൻ നോറ്റൊരു നല്ല ബന്ധുവും. നമ്മുടെ ഏറ്റവും നല്ല ബന്ധു ആരാ? ക്ഷമാശീലമാണ് ഏറ്റവും നല്ല ബന്ധു. എന്താ പിന്നെ ഗുരുനാഥൻ ഏതാ? ദുഃഖമാണ് ഗുരുനാഥൻ. ആ കുന്തിദേവിക്കറിയാം, ദുഃഖങ്ങൾ വന്നപ്പോൾ, പ്രയാസങ്ങൾ വന്നപ്പോൾ ഭഗവാൻ അതിൽ നിന്നൊക്കെ രക്ഷിച്ചില്ലേ. വിപദസ്വന്തത്തിൽ വ്യഥ പോലറിവോതിടുന്ന സദ്ഗുരുവും മർത്യന് വേറെയില്ലതാൻ. വ്യഥ പോലെ, ദുഃഖം പോലെ നമുക്ക് ഗുരുനാഥനായിട്ട് വേറെ ആരുമില്ല. പഴയ കാലത്ത് ഒരു 50 കൊല്ലം മുമ്പ് 10ാം ക്ലാസ്സിൽ തോറ്റു ആ കുട്ടി കരയും. അപ്പം എന്തു ചെയ്യും? നല്ലവണ്ണം പഠിച്ച് അടുത്ത പരീക്ഷയ്ക്ക് ജയിക്കും. അപ്പോൾ ദുഃഖം വന്നപ്പോൾ എന്താ, ദുഃഖം ഗുരുനാഥനാണ്. ആദ്യം പഠിക്കാത്തതുകൊണ്ടാണ് തോറ്റത്. അപ്പോൾ ശ്രദ്ധിച്ച് പഠിച്ച് ജയിക്കും. അപ്പം വ്യഥ പോലറിവോതിടുന്ന സദ്ഗുരുവും മർത്യനു വേറെയില്ലതാൻ. ഇവിടെ പറയുന്നുണ്ട് അഹങ്കാരം ഏതെല്ലാം രീതിയിൽ വരാം. വിദ്യയും രൂപവും ശ്രീയും മതിപ്പിക്കും മനുഷ്യരെ. സൗന്ദര്യം അധികമുണ്ടെങ്കിൽ അഹങ്കാരം വരാം, സമ്പത്ത് അധികമുണ്ടെങ്കിൽ അഹങ്കാരം വരാം, സ്ഥാനമാനങ്ങൾ അധികമുണ്ടെങ്കിൽ അഹങ്കാരം വരാം. അപ്പോൾ ഭഗവാനെ ഒന്നും എന്താ ത്വദേകരാഗേണ ധനാദി നിസ്പൃഹോ. കുചേലവൃത്തത്തിൻ്റെ ആ ഭാഗത്ത് പട്ടേരിപ്പാട് പറയുന്നുണ്ട് ത്വദേകരാഗേണ, ഭഗവാനോട് മാത്രം സ്നേഹം. അതുകൊണ്ടോ മറ്റുള്ളവയോട് സ്നേഹം കാണിക്കുന്നില്ല. നമുക്കൊക്കെ നേരെ മറിച്ച മറ്റുള്ള കാര്യങ്ങളോട് സ്നേഹം അധികമുള്ളതുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കാൻ സമയം കിട്ടുന്നില്ല. ഇവിടെ എന്താ, ഭഗവാനല്ലാതെ ഒരു ശരണം എനിക്കില്ലെന്നാ. പിന്നെ എല്ലാ അവതാരങ്ങളും കുന്തിദേവിക്ക് നല്ല നിശ്ചയ. തിര്യൻ ഇഷിഷു യാദസ്സു തത് അത്യന്ത വിഡംബനം. തിര്യക്ക് വരാഹാവതാരം സ്വീകരിച്ചു. നമ്മൾ പറഞ്ഞല്ലോ സഹസ്രനാമത്തിൻ്റെ യോഗ്യത. നമ്മൾ ഇന്നും സഹസ്രനാമം ജപിക്കാറുണ്ടല്ലേ, വീട്ടിലും ജപിക്കണം. എനിക്ക് പറയാണ്ട് അധികാരമൊന്നുമില്ല അല്ലേ. രാവിലെയോ ഉച്ചയ്ക്കോ വൈകുന്നേരം രാത്രിയോ ഒരു ദിവസം എപ്പോഴെങ്കിലും സഹസ്രനാമം ജപിക്കണം. അത് ഉറപ്പാക്കണം. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം. അപ്പോൾ 15 മിനിറ്റ് വേണം ഇല്ലേ. പരിചയം ഉണ്ടെങ്കിൽ 15 മിനിറ്റ് മതി. 15 മിനിറ്റ് സമയം കിട്ടിയില്ലെങ്കിലോ ഷോഡശാത്മക അവസാനത്തെ 16 നാമങ്ങൾക്ക് പ്രാധാന്യം. ഏതാത്? ആത്മയോനിസ്വയഞ്ചാതോ വൈഹാനസാമകായന ദേവകീനന്ദനക്ഷ ശ്രീശപ്പാപനാശന ശംഖവൃന്ദന്തകീചക്രി ശാർഗധന്വാഗദാധര യഥങ്കവാണി അക്ഷോഭ്യ സർവപ്രകരണായുധ. അവിടെ വൈഹാനായ നമ ഒരു പ്രത്യേകതയുണ്ട്. വരാഹാവതാരം ശ്രീമദ് ഭാഗവതത്തിൽ 6 അധ്യായ, നാരായണീയത്തിൽ 2 ദശക. ഇതൊക്കെ വായിക്കാൻ സമയമില്ലെങ്കിലോ വൈഹാനായ നമ നമസ്കരിച്ചാൽ മതി. ഭഗവാൻ വിചാരിക്കും നമ്മളെ ഭാഗവതത്തിലെ 6 അധ്യായങ്ങളും വായിച്ചു, നാരായണീയത്തിലെ 2 ദശകങ്ങൾ വായിച്ചു. ഇതുക്കുള്ള ഭഗവാൻ എന്താ കാരുണ്യം. എളുപ്പ വഴി എന്താ വേണ്ടത്?
ഇതുപോലെ പല വാക്കുകളുമുണ്ട്. പ്രഗ്രഹോ നിഗ്രഹോ നിഗ്രഹോ നൈകശൃംഗോ ഗരാഗര കുചേലവർത്തം കഥ മുഴുവനായി പ്രഗ്രഹോ പിടിച്ചുപറിക്കാരൻ. നോക്കൂ, ഇതുകൊണ്ട് എന്താ വേണ്ടത്? ഇത് അർത്ഥം മനസ്സിലായില്ലെങ്കിലും വിഷ്ണു സഹസ്രനാമം എല്ലാവരോടും സ്നേഹപൂർവ്വം പറയുക. വായിക്കാത്തവരുടെ കൊച്ചു കുട്ടികളോടും പറയണം. ഇത് അർത്ഥമൊന്നും മനസ്സിലാക്കേണ്ട, വിഷ്ണു സഹസ്രനാമം വായിക്കണം, അത് ദിനചര്യയാക്കണം. പ്രായമായവരോട് പറയണ്ട, എല്ലാവരും ജപിക്കാറുണ്ട്, എനിക്കറിയാം. കൊച്ചു കുട്ടികളെ നിർബന്ധിക്കണം, വിഷ്ണു സഹസ്രനാമം വായിക്കും. തെറ്റിക്കോട്ടെ, നമ്മുടെ അറിവ് ഭഗവാൻ അറിയാം. അപ്പോൾ അത് നിർബന്ധമാക്കണം എന്ന് പറയുക. ഇവരെന്താ തിര്യങ് ഇഷിഷു, ഇഷിതുല്യമായ അവതാരം ഏതാ? വാമനാവതാരം, പരശുരാമാവതാരം. എന്നുവെച്ചാലോ ഭാര്യ മക്കൾ ആ ചിന്തയില്ല. പിന്നെ വാമനാവതാരത്തിനും കൃഷ്ണാവതാരത്തിനും ഒരു സാമ്യം. ശംഖുചക്രകലാ പത്മധാരിയായി ഭഗവാൻ അവതരിക്കുന്നത് ഈ രണ്ടവതാരങ്ങളുടെ ഉള്ളൂ. ഏത്? വാമനാവതാരവും അതുപോലെ കൃഷ്ണാവതാരവും. പിന്നെ ഭഗവാന്റെ പ്രത്യേക ഒരു ചിത്രം കുന്തിദേവി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്ന് ഇവിടെ 31-ാമത്തെ ശ്ലോകത്തിൽ കാണാം. ഭഗവാന്റെ ബാലലീല കുസൃതി എന്ന് പറയണ്ട, അത് നമുക്കാ. ഭഗവാന് ചീത്ത പ്രവൃത്തി ഇല്ല, വികൃതി എന്ന് പറഞ്ഞാൽ മതി. വിശേഷണയുള്ള പ്രവർത്തനങ്ങൾ. എന്തോ ഭഗവാൻ വികൃതി കാണിച്ചു. യശോദാദേവി രാവിലെ പറഞ്ഞതാ ദാമോദര ലീല. അപ്പോൾ ഒരെണ്ണോട് ചേർത്ത് ഭഗവാനെ കെട്ടിയിട്ടു. യശോദാദേവി അകത്തേക്ക് പോയി. ഈ സമയത്ത് കുന്തിദേവി ഭഗവാനെ കാണാനായിട്ട് വന്നു. ഗോപ്യാദൈതൃതാഗതി ദാമതാവൽ യാതേ ദശാശ്രുകലിനാഞ്ജന സംഭ്രമാക്ഷം വക്ത്രനിനീയ ഭയഭാവനയാസ്ഥിതസ്യ സാമം വിമോഹയതി ഭീരവി യൽബിഭേദി. വിരോധാഭാസം എന്ന അലങ്കാരം. എന്താ വിരോധാഭാസം അലങ്കാരം? കറുത്തവാവിൽ പരിപൂർണ ചന്ദ്രൻ. കറുത്തവാവിൽ ചന്ദ്രനേ ഇല്ല. അപ്പോൾ കർത്തവാവിന് പരിപൂർണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വിരോധാഭാസ. ഇവിടെ ഭയഭാവനയ, എല്ലാവരുടെയും ഭയം മാറ്റുന്നവനാണ് ഭഗവാൻ. ആ ഭഗവാൻ ഭയം അഭിനയിച്ചുകൊണ്ട് എന്നെ ആരും അഴിച്ചുവിടാനില്ലല്ലോ, എന്നെ ആരും അഴിച്ചുവിടാനില്ലല്ലോ. യശോദാദേവി നല്ലപോലെ കണ്ണെഴുതിച്ചിട്ടുണ്ട്. അപ്പം എന്താ, വെണ്ണ നെയ്യ് കയ്യിലുണ്ട്, അത് കണ്ണു തൂത്തപ്പോഴോ കണ്ണീരൊഴുക്കാൻ തോന്നി കുന്തിദേവിക്ക്. വക്ത്രനിനീയ ഭയഭാവനയാസ്ഥിതസ്യ സാമം വിമോഹയതി ഭീരവി യൽബിഭേദി. ഈ ചിത്രം മായാതെ മങ്ങാതെ ഞാൻ എന്നും അതാണ് ബാലലീലകൾ കേൾക്കണമെന്ന് ഭാഗവത്തിൽ പല തത്വം പറയുന്നുണ്ട് ഇല്ലേ. ഇത്തം ഹരേ ഭഗവതോ രുചിരാവതാര വീര്യാണി ബാലചരിതാനി ശന്തമാനി. ഏകാദശസ്കന്ധത്തിൻ്റെ അവസാനത്തെ ശ്ലോകം. നമ്മുടെ കഥയല്ലേ ഭാഗവതം. നമുക്കൊക്കെ കൊച്ചുകുട്ടികളെ ലാളിക്കാൻ എളുപ്പമുണ്ട് ഇല്ലേ, സന്തോഷമുണ്ട് ഇല്ലേ. അപ്പോൾ ശന്തമാനി മംഗളം നൽകുന്നതാണ്. യശോദാശിശു ബാലലീല കഥാസുധാ സിന്ധുഷു ലീലയാമ എന്ന് വില്ലുമംഗല സ്വാമിയാർ. കിങ്കിണി കിണികിണി രമസൈ അങ്കളഭുവി സദാനന്ദം കുങ്കുണു കുണുപതയുഗളം കങ്കളഭൂഷം ഹരിം വന്ദേ. ഒക്കെ ഭഗവാന്റെ ബാലലീലകളാണ്. അത് പ്രത്യേകിച്ച് കേൾക്കണം എന്ന് ഏകാദശസ്കന്ധത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിലും പറയുന്നുണ്ട്. ഇവിടെ പറയുക എന്താ, ഭൂമിതൻ ഭാരങ്കളപതീനായിട്ടു ഭൂമിയിൽ വന്നു പിറന്ന കൃഷ്ണഹരി എന്ന് ഒരു ഭാഗം. പിന്നെയോ പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മസംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. കുന്തിദേവിയുടെ അഭിപ്രായം ഓരോരുത്തരും ഓരോ ഭാവത്തിൽ ഭഗവാനെ കാണുന്നു. പിന്നെയോ ശുണ്വന്തികായന്തി ഗണന്തി അഭീഷജ യോഗരഥോവ ഭോഗരഥോവ സംഗരഥോവ സംഘവിഹീന യസ്മിൻ ബ്രഹ്മണി രമതേ ചിത്തം നന്ദതി നന്ദതി നന്ദത്യേവ. ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറയുക, ഭഗവാനെ കാണുമ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങൾ ചെല്ലുമ്പോൾ പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഹ പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഹ അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദസമുദ്രമഗ്നാഹ. ഗജേന്ദ്രൻ പറഞ്ഞ അതേ ഭാവം പട്ടേരിപ്പാട് 3-ാമത്തെ ദശകത്തിലെ അത്യത്ഭുതം തച്ചരിതം സുമംഗളം ഗായന്ത ആനന്ദസമുദ്രമഗ്നാഹ. അത് തന്നെ പഠന്തോ നാമാനി പ്രമദഭരസിന്ധോ നിപതിതാഹ. ഇല്ലേ, എത്ര തിരക്കുണ്ടെങ്കിലും ഗുരുവായൂരെന്ന നടയിലെത്തി 1 സെക്കൻഡോ 1 മിനിറ്റോ ഭഗവാനെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ബ്രഹ്മസൗഖ്യം തു അനന്തം. എത്ര ക്യൂ നിന്നാലും അയ്യപ്പസ്വാമിയെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം. അവരാണ് ആ സമയത്താണ് യഥാർത്ഥ ആനന്ദം അനുഭവിക്കുന്നത്. കുന്തിദേവിയുടെ ഭക്തി ഇവിടെയല്ല. നമ്മൾ പറഞ്ഞത് സാരാംശമൊക്കെ പിന്നീടാണ്. രാസക്രിയയുടെ 5 അധ്യായങ്ങളാണ്. രാസക്രിയയുടെ സാരാംശം എവിടെയാണ്? ഉദ്ധവദൂത്.
അത് 46, 47, 47 അധ്യായത്തിലെ അവസാനത്തെ 5 ശ്ലോകങ്ങൾ, 5 അധ്യായങ്ങൾ. ഇവിടെ എന്താ 5 ശ്ലോകങ്ങൾ ചൊല്ലി ഉദ്ധവൻ നമസ്കരിക്കുന്ന ശ്ലോകം ചെറുതാ. വന്ദേ നന്ദപുരസ്ത്രീണാം പാദരേണും അഭീഷ യാസം ഹരികതോൽഗീതം പുനാദി ഭുവനത്രയം ഏവം ഭക്തി സകലഭുവനെ നേക്ഷിതാമശ്രുതാവ കിം ശാസ്ത്രൗഹൈ കിമിഹ തപസ ഗോപികാഭ്യോ നമോസ്തു. ഇപ്രകാരം ഭക്തി കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത്ഭുതം പോലെ നാരായണീയത്തിലും. ഇവിടെ ഭവപ്രവാഹോപരമം പദാംബുജം. പിന്നെ കുന്തിദേവിയുടെ ഒരു പ്രത്യേക പ്രാർത്ഥന. സഹസ്രനാമം കുന്തിദേവിക്ക് നല്ലപോലെ അറിയാം. വിശ്വം വിഷ്ണു വഷർക്കാരോ. ഇവിടെ നോക്കൂ, 41 ശ്ലോകത്തിലെ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ 3 പ്രാവശ്യം. തൃത്തേ ബഹുത്വസിദ്ധി എന്ന് പാണിനി. 3 നാമം ജപിച്ചാൽ ധാരാളം നാമം ജപിച്ചതായിട്ട് ഭഗവാൻ കണക്കാക്കും. 3 വിളക്ക് വെച്ചാൽ ധാരാളം വിളക്ക് വെച്ചതായിട്ട് ഭഗവാൻ കണക്കാക്കും. അപ്പോൾ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ. എനിക്ക് ഇതുവരെയുള്ള സ്നേഹം ബന്ധുക്കളോട്, പാണ്ഡവന്മാരോട് ഒക്കെയായിരുന്നു. ആ സ്നേഹമാകുന്ന കയറ് മുറിച്ച് ഭഗവാങ്കലേക്ക് മാത്രം ആകണം. എത്ര തടസ്സങ്ങളുണ്ടായാലും ഗംഗാനദി സമുദ്രത്തിലേക്ക് ചെന്ന് വീഴുന്നത് പോലെ രതിമുദ്വഹദാദഗ്ധാ ഗംഗോഹം ഉദന്വതി. അതുകൊണ്ട് സ്നേഹമാകുന്ന കയറ് മുറിച്ചു കളയൂ. ഭഗവാങ്കലേക്ക് മാത്രമാകട്ടെ എൻ്റെ സ്നേഹമാകുന്ന നദിയുടെ ഒഴുക്ക്. പിന്നെ സ്തുതിയുടെ ഒരു ദീപാരാധന. പൂജ കഴിഞ്ഞാൽ പതിവില്ലേ രാധാരമണ മുകുന്ദ മുരാരെ. ഇതുപോലെ സ്തുതിയുടെ ഒരു ദീപാരാധന. ശ്രീകൃഷ്ണ, കൃഷ്ണസഖ, 4 പേർക്ക് കൃഷ്ണൻ എന്ന പേരുണ്ട്. ഇത് മാഹാത്മ്യത്തിൻ്റെ 12 ശ്ലോകത്തിൽ കാണാം. പാലായിൽ പള്ളി കൊള്ളുന്ന പത്മനാഭസ്വാമിക്ക് കൃഷ്ണൻ്റെ പേര്, അർജുനന് കൃഷ്ണന് പേരുണ്ട്, ഭാഗവതയുടെ വേദവ്യാസ കൃഷ്ണന് പേരുണ്ട്, പിന്നെ അമ്പാടിയുടെ ഓടിച്ചാടി വരുന്ന ഭഗവാന് കൃഷ്ണന് പേരുണ്ട്, ഭാഗവതയുടെ വേദവ്യാസമുണ്ട്. ഇവിടെ കൃഷ്ണസഖ, അർജുനൻ്റെ കൂട്ടുകാരനല്ലേ ശ്രീകൃഷ്ണ. കൃഷ്ണസഖ വിഷ്ണുഷഭാവനി ത്രിപുരാജന്യവംശദഹന അനപവർഗവീര്യ ഗോവിന്ദ ഗോദ്വിജ സുരാത്രിഹരാവതാര ഗോബ്രാഹ്മണേഭ്യോ ശുഭവസ്തു നിത്യം. ഗോബ്രാഹ്മണേഭ്യോ ശുഭവസ്തു നിത്യം. നോക്കൂ, ഗോദ്വിജ. നമ്മളെക്കാൾ ഭഗവാൻ പ്രാധാന്യം കാണുന്നത് പശുക്കൾക്കാണ്. നമ്മൾ ആഹാരം കഴിച്ചാലേ മലിനമായിട്ട് പോവുക. പശു ആഹാരം കഴിച്ചാലോ എന്നും അമ്പലത്തിൽ നോക്കൂ, വിശേഷപ്പോൾ പഞ്ചഗവ്യം എന്ന് പറയും. ഏതൊക്കെയത്? പശുവിൻ്റെ പാല്, പശുവിൻ്റെ തൈര്, നെയ്യ്, ഗോമൂത്രം, ചാണകം. ഇതൊക്കെ ഓരോ അളവിൽ ഓരോ മന്ത്രം ജപിച്ചാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിതെങ്കിലും ഭഗവാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പശുക്കൾ വേണം. അതുകൊണ്ട് ഗോ ശബ്ദം ആദ്യം. ഗോ ദ്വിജ സുധാ, ഗോ ദ്വിജ സുരാർത്തിഹലാവതാരിൻ. പൂജ കഴിക്കുന്ന ബ്രാഹ്മണരല്ലേ, ബ്രാഹ്മണന് നിർബന്ധം, പശുക്കളും നിർബന്ധം. യോഗേശ്വര അഖിലഗുരു ഭഗവൻ നമസ്തേ. ഭക്തിയുടെ പാരമ്യത്തിൽ പ്രവേശിച്ചവർക്കേ ഭഗവാൻ ഇങ്ങനെ സംബോധന ചെയ്യാൻ പറ്റൂ. ഗജേന്ദ്രൻ എങ്ങനെയാണ് സംബോധന ചെയ്യുക? നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ. ഇവിടെയോ യോഗേശ്വര അഖിലഗുരു ഭഗവൻ നമസ്തേ. അപ്പോൾ വന്ദന ശ്ലോകം പോലെ പല പുസ്തകങ്ങളിലും ആദ്യം കാണാറുണ്ട്. എന്താ? ഹരേർ നാമൈവ 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 മമ ജീവനം കലൗ നാസ്ത്യേവ 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 ഗതി അന്യഥ. സഹസ്രനാമത്തിൻ്റെ ആമുഖം പല പുസ്തകങ്ങളിൽ കാണാറുണ്ട്. 3 പ്രാവശ്യം പറയുക, ത്രിത്വേദ ഹൃദ്വസിദ്ധി. എന്താ? ഹരേർ നാമൈവ 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 മമ ജീവനം. എൻ്റെ ജീവിതം അവസാനം വരെ നാമം ജപിക്കാൻ തോന്നണേ, നാമം ജപിക്കാൻ തോന്നണേ, നാമം ജപിക്കാൻ തോന്നണേ. രാവിലെ നാരായണ ജപിക്കൂ, വൈകുന്നേരം നമഃശിവ ജപിക്കൂ, രാത്രിയിലോ രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. ഹരേർ നാമൈവ 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 മമ ജീവനം കലൗ നാസ്ത്യേവ 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 ഗതി അന്യഥ. നമുക്ക് യാഗം ചെയ്യാനോ പൂജ കഴിക്കാനോ തപസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. ഒരു കാര്യമേ പറ്റുള്ളൂ, നാമം ജപിക്കാം. തുഞ്ചത്തെ ദശം പറയാ, പല്ല് തേച്ചില്ല, കുടിച്ചില്ല, നാരായണ നാമം ജപിക്കാമെന്നാ. ശരീരശുദ്ധി നോക്കാതെ ജപിക്കാൻ പറ്റുന്ന ഒരു നാമം നാരായണ നാമം. അപ്പോൾ നാമം ജപിക്കൂ, രാവിലെ നാരായണ ജപിക്കൂ. എത്ര നാരായണ ജപിക്കണം, എത്ര പലഹാരം കഴിക്കണം അവനവനാ നിശ്ചയിക്കണേ.
അപ്പോൾ മനസ്സിന് സമാധാനം കിട്ടുന്നവരെ അതാ നൈഷ്ഠികീരതി. ഭാഗവത്തിൽ പല സ്ഥലത്തുമുണ്ട് നൈഷ്ഠികി, നിഷ്ഠയോടുകൂടിയുള്ള ഈശ്വരാരാധന. ഏതാത് രാവിലെ അരമണിക്കൂർ നാരായണ ജപിക്കും, സന്ധ്യയ്ക്ക് അരമണിക്കൂർ നമഃശിവായ ജപിക്കും, രാത്രി അരമണിക്കൂർ രാമനാമം ജപിക്കും. ഭാഗവതം നാരായണയൊക്കെ എല്ലാവർക്കും കയ്യിലുണ്ടാവണമെന്നില്ല, കണ്ണട ഉണ്ടാവില്ല, അത് പ്രയാസം. നാമം ജപിച്ചോളൂ. ഏറ്റുമാനൂരിൽ എത്തുന്ന നേരത്ത് കാറ്റും ജപിക്കും നമഃശിവായ. നമുക്ക് നമഃശിവായിക്കാൻ മടിയാണോ? കാറ്റ് നമഃശിവായ 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 അറിയാം. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. രണ്ട് മഹാദേവനോ ഇവരകത്തുണ്ട്, താഴെയുണ്ട് മഹാദേവൻ. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. രാവിലെ വാക്യഭാഗത്ത് ഒരു വിദുഷി സംശയം ചോദിച്ചു. യശോദ, യശസ്സിനെ ദാനം ചെയ്തവൾ യശോദ, എണ്ണ തേച്ചു കുടിപ്പിച്ചും വെണ്ണ പാരിവ നൽകിയും കണ്ണനെ പോറ്റിയോരമ്മയ്ക്ക് എണ്ണി എണ്ണി നമിച്ചിടാം. യശോദ വേറെ വാക്ക യശോധ ദീർഘമുണ്ട്. തിരുമേനി എന്താ അർത്ഥം? ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം പാണ്ഡവന്മാർക്കുണ്ട്, എന്നാലും മഹാദേവൻ്റെ അനുഗ്രഹം കൂടി ആയിക്കോട്ടെ. കിരാതം കഥ അറിയാം നമുക്ക്. ആ മഹാദേവൻ്റെ അനുഗ്രഹം കിട്ടിയപ്പോൾ യശോധ, യശസ്സിനെ ധരിക്കുന്നവൻ, ധീരവീര ശൂര പരാക്രമിയായി മാറി അർജുനൻ. മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് അർജുനനും പ്രാർത്ഥിച്ചു. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. പരശുരാമനും പ്രാർത്ഥിച്ചു. മഹാദേവൻ്റെ അടുക്കൽ പോയി വിദ്യ പഠിച്ചു. വിദ്യാകാമസ്തു ഗിരിശം. സന്തോഷമായിട്ട് എന്താ മഴു നൽകി. അവിടെ വെച്ച് തന്നെ മൂർച്ചയുണ്ടോ നോക്കി ഉണ്ണിക്കിടതിയായിട്ട് കളിച്ചു, കൊമ്പ് വിട്ടു. വരുന്ന വഴിക്കാണ് ഒരു ബ്രാഹ്മണനെ ഒരു കടുവ ഓടിക്കുക. എന്നെ രക്ഷിക്കണം. ആ മഴ കൊണ്ട് കടുവയെ നിഗ്രഹിച്ചു. ആ ബ്രാഹ്മണനെ രക്ഷിച്ചു. അഹൃതവർണൻ എന്ന പേര്. വർണ്ണങ്ങൾ കൂടാതെ രക്ഷിക്കപ്പെട്ടവൻ അഹൃതവർണൻ. പിന്നെ പരശുരാമൻ്റെ അടുക്കുന്ന പോയിട്ടേ ഇല്ല. സശിഷ്യോ രേണുകാസുത. എവിടെയൊക്കെ പരശുരാമൻ പോകുന്നുണ്ടോ തന്നെ ജീവൻ രക്ഷിച്ച ആളല്ലേ ആഹൃതവർണൻ. കഴിയുന്ന ദിവസം കേൾക്കാം. 6 പൗരാണിക ആചാര്യന്മാരിൽ ഒരാൾ അഹൃതവർണനാണ്. ഇവിടെ കുന്തിദേവി സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന് സന്തോഷമായിരുന്ന എന്താ പ്രളയത്തം കളപതൈ പരിണൂതാഹിതോദയ മന്ദൻ ജഹാസ വൈകുണ്ടോ മോഹ എന്നിവ മായയ. ഭഗവാൻ സന്തോഷമായി. പുഞ്ചിരി കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ എന്താ സ്തുതിക്കാൻ സാധിക്കുള്ള കുന്തിദേവിയുടെ ഭക്തിയുടെ ഭാവം വായിച്ചു. ഇവിടെ 16-ാമത്തെ അധ്യായത്തിൽ അർജുനൻ്റെ വിഷാദയോഗം. ഭഗവാൻ വൈകുണ്ഠലോകത്തേക്ക് തിരിച്ചുപോയി. തിരിച്ചിവിടെ വന്ന് ധർമ്മപുത്ര മഹാരാജാവിനോട് ഭഗവാൻ ചെയ്ത ഉപകാരങ്ങളെ പറ്റി വർണ്ണിച്ചു കേൾപ്പിച്ചു. പ്രധാപ്യനുശ്രുത്യ ധനഞ്ജയോദിതം നാശം യദൂനം ഭഗവത്ഗതിൻ്റതം ഏകാന്തഭക്തിയ ഭഗവത്യധോക്ഷരെ നിവേശിതാത്മോപരരാമ സംസൃതേ. ഇതുകൊള്ള എന്താ വേണ്ടേ? ഭക്തിയുടെ ഉദാഹരണം ഇതാ. ഭഗവാനെ വിചാരിച്ചു, ഭഗവാന്റെ ലോകത്തിലേക്ക് പോയി. നമുക്കും അതാ വേണ്ടേ? പ്രായമായവരുണ്ടോ? ആരെങ്കിലും പ്രായമായെന്ന് സമ്മതിക്കുമോ? ഞാൻ സമ്മതിക്കും, എനിക്ക് പ്രായമായെന്ന്. അവസാനം മരണം എങ്ങനെ ഉണ്ടാവണം? അനായാസേന മരണം വിനാദൈന്യേന ജീവനം ദേഹിമേ കൃപയാസിന്തോ ത്വയി ഭക്തി അരന്തര. രാത്രി ഉറങ്ങാൻ കിടക്കുക, രാവിലെ എഴുന്നേക്കരുത്. അതാണ് ഏറ്റവും സുഖമായിട്ടുള്ള മരണം. ആലോചിച്ച് നോക്കൂ. രാത്രി ഉറങ്ങാൻ കിടക്കുക, രാവിലെ എഴുന്നേക്കരുത്. മൃത്യുര് അത്യന്ത വിസ്മൃതി എന്ന് ഏകാദശം 22-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. മരണം എന്ന 3 അക്ഷരം ഉണരാത്ത ഉറക്കമാണ്. അപ്പോൾ പ്രായമായവർ അത് പ്രാർത്ഥിക്കേണ്ട. പരശുരാമൻ്റെ കഥയല്ലേ പറഞ്ഞത്? ആ ഗുരുനാഥനോടുള്ള ബഹുമാനം, ഗുരുനാഥനോടുള്ള സ്നേഹം, ഗുരുനാഥനോടുള്ള ഇമ്പം. 108 മഹാദേവൻ്റെ ക്ഷേത്രങ്ങൾ, 108 പാർവ്വതീദേവിയുടെ ക്ഷേത്രങ്ങൾ. ഇതിൽ കൂടുതൽ ഒരു ശിഷ്യൻ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാമല്ലോ, എത്രയോ മഹാദേവൻ്റെ ക്ഷേത്രങ്ങൾ, എത്രയോ പാർവ്വതീദേവിയുടെ ക്ഷേത്രങ്ങൾ. പരശുരാമൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. അതിൽ ശുക്രാചാര്യർക്കറിയാവുന്ന വിദ്യ മൃതസഞ്ജീവിനി വിദ്യ. എന്താ? മരിച്ചവരെ ജീവിപ്പിക്കാനുള്ള മന്ത്രം മഹാദേവനെ ഉപദേശിച്ചത്. ആ ശുക്രാചാര്യൻ പ്രാർത്ഥിച്ചു, ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ശീശുബ്രഹ്മർഷി ആയതെങ്ങനെയാണ്? ശുഗപുരം, തൃശ്ശൂരപ്പുറം ഒരു സ്ഥലമുള്ളത് ശുഗപുരം, മഹാദേവൻ്റെ ക്ഷേത്രം. എപ്പോഴും പോയി നോക്കിയോളൂ. ശീശുബ്രഹ്മർഷി മഹാദേവനെ തപസ് ചെയ്ത സ്ഥലമുണ്ട്. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ.
അപ്പോൾ ശ്രീമദ് ഭാഗവതം ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചതറിയാം. ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് ശ്രീമഹാദേവനും ഗുരുവായൂരപ്പനും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതം അറിയാവുന്നവർക്ക് ഒരു രാഗം ആനന്ദഭൈരവി, അതിൽ തുടങ്ങുന്ന എങ്ങനെയാ, ഇറക്കെന്നാ പറയാ. ഗോപുച്ഛയതി, പശുവിൻ്റെ പാല് തുടങ്ങുമ്പോൾ വണ്ണം കൂടും, പിന്നെ കുറഞ്ഞു വരും. ത്യാഗരാജയോഗ വൈഭവം, അടുത്തവർ എന്താ, രാജയോഗ വൈഭവം, പിന്നെന്താ യോഗവൈഭവം, പിന്നെ വൈഭവം, പിന്നെ ഭവം, പിന്നെ വം. ഇറങ്ങി വന്നാൽ പോരല്ലോ, മുകളിലേക്കും പോകണ്ടേ, അത് സപ്താഹവുമായി ബന്ധപ്പെട്ടതാ. ശം പ്രകാശം, സ്വരൂപപ്രകാശം, തത്വസ്വരൂപപ്രകാശം, സകല സത്വസ്വരൂപപ്രകാശം, പിന്നെ ശിവശക്തിയാദി ശക്തിസ്വരൂപപ്രകാശം. മാർക്കണ്ഡേയനെ അനുഗ്രഹിക്കാൻ വരുന്ന ആരാ അവസാനം? ആദ്യം നരനാരായണമൂർത്തിമാർ, പിന്നെ ആളില കൃഷ്ണൻ, അവസാനം അനുഗ്രഹിക്കാൻ വരുന്നത് ശിവനും പാർവതിയാണ്. നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ മഹാകവി വാൽമീകി മഹർഷി, രണ്ടാമത്തെ മഹാകവി വേദവ്യാസൻ, മൂന്നാമത്തെ മഹാകവി കാളിദാസൻ. ജഗതപ്പിതരവും വന്തേ വാഗർധാവ് സംതൃപ്തവും ആഗർഭ പ്രതിപത്തയെ ജഗതപ്പിതരവും വന്തേ പാർവതി പരമേശ്വരു. മഹാദേവനെയും പാർവതിയെയും ഞാൻ വന്ദിക്കുന്നു. അപ്പോൾ മഹാവിഷ്ണുവിനെയും മഹാലക്ഷ്മിയെയും വന്ദിക്കണ്ടേ? ശ്രീകൃഷ്ണൻ വേണമല്ലോ. പാർവതീപ രമേശ്വരവും, പാർവതി എന്ന് വെച്ചാൽ പാർവതിയെ രക്ഷിക്കുന്നയാൾ മഹാദേവൻ. പാർവതീപ രമായ ഈശ്വര രമേശ്വര, മഹാലക്ഷ്മിയുടെ രക്ഷകനാര മഹാവിഷ്ണു. അപ്പോൾ ഒറ്റ ശ്ലോകം കൊണ്ട് ഒരു വാക്കുകൊണ്ട് 4 പേരെ വന്ദിച്ചു. പാർവതി പരമേശ്വരു അങ്ങനെയാവാം, അല്ലെങ്കിൽ പാർവതീപ രമേശ്വരു, അതാണ് കാളിദാസൻ. അപ്പോൾ എന്താ, പിന്നെ ധർമ്മപുത്ര മഹാരാജാവിനെ ഭീഷ്മപിതാമഹൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്ന രംഗമൊക്കെ വേറെ. അപ്പോൾ സമയം കൃത്യനിഷ്ഠ പാലിക്കണ്ടേ? 5 വരെയാണ് എനിക്ക് എൻ്റെ അധികാരികൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ പറയാനുള്ളത്? ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം, അല്ലെങ്കിൽ ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം. നാമം ജപിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പുരാണമാണ് ശ്രീമദ് ഭാഗവതം. ലളിതാസഹസ്രനാമം പറയുന്നു, എന്താ, നാമപാരായണ പ്രീത നന്ദിവിദ്യ നടേശ്വരി. പരാശക്തിക്കും നാമം ജപിക്കലാ ഇഷ്ടം, മഹാദേവനും നാമം ജപിക്കലാ ഇഷ്ടം. എല്ലാ ദേവന്മാരെയും സന്തോഷിപ്പിക്കാൻ ഒറ്റ വഴിയുള്ളൂ, നാമം ജപിക്കുക. പാടുന്നാൻ നാരായണ നാമം, നേടുന്നാൻ നിത്യാനന്ദം. അത് നമുക്കിഷ്ടപോലെ നാമം ജപിക്കാം. അതാണ് എന്താ, ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം വാക്യം കൽപ്പപാദപം ഉണ്ടായി വരൂ. വേദവ്യാസ മഹർഷിയാകുന്ന കൽപ്പവൃക്ഷം ഇവിടെ പറഞ്ഞു രാവിലെ ആചാര്യൻ. എനിക്ക് എന്താ സുബ്രഹ്മണ്യ സ്വാമിയെ ആരാധിക്കലാ ഇഷ്ടം. എന്നാൽ പിടിച്ചോളൂ സ്കാന്തപുരാണം. എനിക്ക് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, എന്നാൽ പിടിച്ചോളൂ ദേവി ഭാഗവതം. എനിക്ക് ഗരുഡ പ്രാർത്ഥിക്കലാ ഇഷ്ടം. എന്നാൽ പിടിച്ചോളൂ ഗാരുഡ പുരാണം. എനിക്ക് മത്സ്യമൂർത്തിയെ ആരാധിക്കലാ ഇഷ്ടം. എന്നാൽ പിടിച്ചോളൂ മത്സ്യപുരാണം. ഗംഗയാറൊഴുകുന്ന നാട്ടിലെ ശരിക്കിത്ര മംഗളം വാക്യം കൽപ്പപാദപം ഉണ്ടായി വരൂ. നോക്കൂ, അങ്ങനെ നമ്മളെ അനുഗ്രഹിക്കുന്ന പുരാണ ആചാര്യന്മാർ, എന്താ, വാൽമീകി മഹർഷി, അതുപോലെ വേദവ്യാസൻ, അതുപോലെ എത്ര 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 മഹാകവികൾ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താ പറയാനില്ല? എനിക്കൊന്നും പറയാനില്ല. എന്നേക്കാൾ അറിവും എന്നേക്കാൾ കഴിവും എന്നേക്കാൾ പരിചയമുള്ള പണ്ഡിതന്മാർ, ബുദ്ധിമാന്മാർ, സഹൃദയരാണ്. ഒരാൾ ചോദിച്ചു, ഭാഗവതം കേട്ടിട്ടതിനും ഫലമുണ്ടോ? നാരായണീയം വായിച്ചിട്ടതിനും ഫലമുണ്ടോ? ഫലമുണ്ട്. വീണ്ടും ഭാഗവതം വായിക്കണം തോന്നിയാൽ ഫലമുണ്ട്, വീണ്ടും നാരായണീയം വായിക്കണം തോന്നിയാൽ ഫലമുണ്ട്. അതേ ഉള്ളൂ ഫലം, ഇല്ലേ? ഒരു ഡോക്ടറെ കണ്ടു, പനി കുറവുണ്ട്, പനി മാറി, പിന്നീട് പനി വന്നാൽ ആ ഡോക്ടറെ അടുത്ത് തന്നെ പോകും, ഇല്ലേ? ഇതാണ് സജ്ജനങ്ങളുടെ ഇത്. അപ്പോൾ പല സ്ഥലത്തും ഭാഗവതത്തിൽ പറയുന്നത്, ഞങ്ങൾ മുകളിലിരുന്ന് പ്രസംഗിക്കുന്നവർക്ക് ഇത് കഴിവൊന്നുമില്ല, താഴെ ഇരിക്കുന്നവർക്കാ. ഉരുക്രമസ്യ ചരിതം ശ്രോതൃഗണം അഹമോദനം. പ്രഹ്ലാദനും പറയുന്നു ശ്രവണം, രുക്മിണി ദേവിയും പറയുന്നു ശ്രുത്വാഗുണാൻ. ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം. അധ്യാപകൻ എന്നും അധ്യാപകനാണ്. കുട്ടികൾ എഞ്ചിനീയറാവുന്നു, ഡോക്ടറാവുന്നു, IAS എടുക്കുന്നു, IPS എടുക്കുന്നു. അപ്പോൾ ആർക്കാ കഴിവ്? അധ്യാപനകളെ കഴിവ് കുട്ടികൾക്കാണ്. അപ്പോൾ നിങ്ങൾക്കാണ് ഭാഗ്യം, നിങ്ങൾക്കാണ് പുണ്യം. അതുകൊണ്ട് ഒരു നിമിഷം പോലും ഇവിടെ വരാതിരിക്കരുത്, വന്നവരൊക്കെ പോകരുത്, ഇല്ലേ? ഞാനല്ല, പത്മപുരാണത്തിൽ മഹാത്മ്യത്തിൽ ശീശുബ്രഹ്മർഷിയാണ് പറയണേ, സ്വർഗേ സത്യേജ കൈലാസേ വൈകുണ്ഠേ നാസ്ത്യയം രസ.
അതപ്പിബന്ധ സദ്ഭാഗ്യ മാമാ മുഞ്ചത കർഹിൽ. വൈകുണ്ഠലോകത്തിലോ ബ്രഹ്മാവിൻ്റെ ലോകത്തിലോ ദേവന്മാരുടെ ലോകത്തിലോ ഒരു സ്ഥലത്തും ഈ സുഖമില്ല. സ്വർഗേ സത്യേജ കൈലാസേ വൈകുണ്ഠേ നാസ്തി അയം രസ അതപ്പിബന്ധ സദ്ഭാഗ്യ മാമാ മുഞ്ചത കർഹിൽ. ഒരിക്കലും ഉപേക്ഷിക്കരുത്. നമ്മുടെ ആരോഗ്യം പോലെ 7 ദിവസം മുഴുവൻ ചെലവഴിക്കാൻ പറ്റുക അത്രയും പുണ്യം. അല്ല, 1 മണിക്കൂർ മതി, 1 മണിക്കൂർ മതി. ഒരു നാൾ അരനാഴിക സേവ ചെയ്യൂ. പണ്ട് നാഴിക കണക്ക. അരനാഴിക ഈശ്വര പ്രാർത്ഥിച്ചാൽ 59 നാഴികയും, അതായത് 60 നാഴികയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളിൽ, ഭക്തന്മാരുടെ പാദങ്ങളിൽ പറഞ്ഞില്ലേ, സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ കാണലാണ് ഞങ്ങളുടെ ഭാഗ്യം, നിങ്ങളെ കാണലാണ് ഞങ്ങളുടെ ഭാഗ്യം. സാധൂനാം ദർശനം ലോകേ സർവസിദ്ധികരം പരം. അപ്പോൾ ഇവിടെ ഈ അവസരം ഉണ്ടാക്കി തന്ന എൻ്റെ ഭാരവാഹികൾ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്, എനിക്കും എല്ലാവരെയും ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രത്യേകത അതുകൊണ്ട് ആർക്കും എന്നോട് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ഞാൻ. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. മേലിലും എനിക്ക് പ്രാർത്ഥനയുണ്ട്, എന്നോടാർക്കും വിരോധം ഉണ്ടാകരുത്. മലയാളത്തിൽ പറയും കണ്ണിലുണ്ണി എന്ന് പറയും. എല്ലാവരുടെയും പ്രിയപ്പെട്ടവനാവണം എന്ന് എൻ്റെ ആഗ്രഹമല്ല, അത്യാഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹിക്കുക നിങ്ങളൻ തലയ്ക്ക് മേൽ കരങ്ങൾ വെച്ചെനിക്ക് എല്ലാവരുടെയും അനുഗ്രഹം, എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കുണ്ടാവണം. എൻ്റെ എന്തെങ്കിലും ജീവിതത്തിൽ നന്മയുണ്ടെങ്കിൽ ഗുരുനാഥന്മാർ ധാരാളം. എൻ്റെ അർജുനൻ പറഞ്ഞ സന്താനപാലം കഥയുടെ അവസാനം, എനിക്കു തോഴനും ഗുരുവും ബന്ധുവും നിനക്കിൽ ശ്രീകൃഷ്ണൻ തന്നെ, എനിക്കു തോഴനും ഗുരുവും ബന്ധുവും നിനക്കിൽ ശ്രീകൃഷ്ണൻ തന്നെ. വെൺമണി കൃഷ്ണൻ നമ്പൂതിരി എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ കൂട്ടുകാരനാണ്, എൻ്റെ ബന്ധുവാണ്. എൻ്റെ വീട്ടിൽ നാടിയേരി കൂടുതൽ വെച്ചാൽ അദ്ദേഹത്തെ ക്ഷണിക്കാറുണ്ട്, അദ്ദേഹം വരാറുണ്ട്. എൻ്റെ 70-ാം പിറന്നാളെ അദ്ദേഹം സ്കൂട്ടർ ഓടിച്ചു വന്നു, പലർക്കും അത്ഭുതം. അപ്പോൾ എന്താ കാർ ഓടിച്ച് വരാത്ത? എന്താ, കാറാകുമ്പോൾ വഴിക്ക് ബ്ലോക്കാകുമ്പോൾ വിഷമമാണ്, സ്കൂട്ടറാകുമ്പോൾ എളുപ്പത്തിൽ വരാൻ പറ്റും. നോക്കൂ, എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നേക്കാൾ വളരെ പ്രായം കൂടുതലുള്ള അദ്ദേഹം എന്നെ ഒന്ന് അനുഗ്രഹിച്ചു. അതിൽ ഇവിടുത്തെ അദ്ദേഹത്തെ പരിചയമുണ്ട്. അതുപോലെ പരമേശ്വരൻ നമ്പൂതിരി, ദിവാകരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കൾ, അംബരീഷിൻ്റെ മക്കളെ കേമനായതുകൊണ്ട് ഭാഗവത്തിലുള്ളൂ. ഇതങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ മക്കളുടെ മക്കളെ പോരാ, അദ്ദേഹത്തിൻ്റെ സഹോദരിയെ വിവാഹം കഴിച്ചാൽ പന്തളത്തുള്ള അദ്ദേഹം ഭാഗവത പൂജയ്ക്ക് അയക്കുന്നുണ്ട്. പിന്നെ ഒരു സഹോദരിയുടെ മകൻ ശങ്കരൻ നമ്പൂതിരി, അദ്ദേഹം പൂജയ്ക്കായിട്ട് വരാറുണ്ട്. നോക്കൂ, അംബരീഷിനേക്കാൾ ഭാഗ്യം ചെയ്ത കുടുംബം. അംബരീഷിൻ്റെ മക്കളെ കേമന്മാരായുള്ളൂ. ഇതല്ല, മക്കളും ബന്ധുക്കളും ഒക്കെ ഭാഗവതവുമായി ബന്ധപ്പെട്ട് ഇവർക്കൊക്കെ എന്നോട് സ്നേഹമുള്ളവരാണ്. അപ്പോൾ എന്താ, ഒന്നേ പ്രാർത്ഥിക്കാനുള്ളൂ, സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു ന കശ്ചിൽ ദുഃഖഭാഗ്. ദുഃഖം എന്ന 2 അക്ഷരം ലോകത്തിൽ ആർക്കും ഉണ്ടാകരുത്. എല്ലാവർക്കും സന്തോഷം, സംതൃപ്തി, മേൽക്കുമേൽ. നാരായണത്തിൻ്റെ അവസാനത്തെ 3 വാക്ക് അതേ ഉള്ളൂ, ആയുരാരോഗ്യ സൗഖ്യം. നിത്യം ചിത്തസ്ഥമേ പവനപുരപതേ കൃഷ്ണ കാരുണ്യ സിന്ധു. ഭഗവാനെ, ആ ഭഗവാന്റെ സാന്നിധ്യം എന്നും ഉണ്ടാവണേ. പൂന്താനം മലയാളത്തിൽ പാടി, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഹൃദയം ദേവാലയം ചിന്തകൾ സപ്താഹം ചൊല്ലാറുണ്ടവിടെ. ഒരു മലയാള കവിയും പാടി. 7 ദിവസമല്ല ഭഗവാന്റെ ചിന്തകളെ, അവസാനത്തെ ശ്വാസം, ആ ശ്വാസം വരെ ഭഗവാന്റെ ചിന്തകളുണ്ടാവണേ. അപ്പോൾ ഇവിടെ ഒരു അവസരം തന്ന എല്ലാവർക്കും അയം ഹി പരമോലാഭ. ഇത് നേട്ടമാണ്, പ്രയോജനമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും നമസ്കരിക്കുന്നു. അഖില ഭാരത ശ്രീമദ് ഭാഗവത അമൃതസത്രവേദിയിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ എത്തിച്ചേർന്ന ബ്രഹ്മശ്രീ ചന്ദ്രമന ഗോവിന്ദൻ നമ്പൂതിരി, അദ്ദേഹത്തിന് ഈ മഹാസത്രത്തിൻ്റെ പ്രധാന ആചാര്യൻ ബ്രഹ്മശ്രീ മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ആദരവ് നൽകുകയാണ്. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒട്ടേറെ വേദികളിൽ എത്തിച്ചേർന്ന ഇനിയും ശ്രീമദ് ഭാഗവതത്തെ വിചിന്തനം ചെയ്യുവാൻ അദ്ദേഹത്തിന് വൈഷ്ണവ സാന്നിധ്യം നിറഞ്ഞൊഴുകുന്ന മള്ളിയൂർ ശ്രീ മഹാഗണപതിയുടെയും പൂജനീയ ഭാഗവത ഹംസത്തിൻ്റെയും അനുഗ്രഹമുണ്ടാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
മള്ളിയൂർ ആധ്യാത്മിക പീഠത്തിന് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടിയുള്ള അകമഴിഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു.